بسم الله الرحمن الرحيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കും. കുല്ലൻ നുമിദ്ദു ഹൗലാഇ വഹൗലാഇ മിൻ അതാഇ റബ്ബിക വമാ കാന ربك محظورا. انظر كيف فضلنا بعضهم على بعض وللآخرة أكبر درجات وأكبر تفضيلا. لا تجعل مع الله إلها آخر فتقعد مذموما مخذولا. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم قفينا على آثارهم برسلنا وقفينا بعيسى بن مريم وآتيناه الإنجيل وجعلنا في قلوب الذين اتبعوه رأفة ورحمة ورهبانية ابتدعوها ما كتبناها عليهم إلا ابتغاء رضوان الله فما رعوها حق رعايتها فآتينا الذين آمنوا منهم أجرهم وكثير منهم فاسقون. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ സ്വാലിഹായ ഒരു അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. മഹത്തായ ഈ സമ്മേളനത്തിൽ സംഗമിച്ചതുപോലെ
അള്ളാഹു അവന്റെ വിനീതരായ അടിമകൾക്കായി ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹ സമ്പൂർണമായ ജന്നാത്തുൽ ഫിർദൗസിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ യുവജന വിഭാഗമായ ഇത്തിഹാദ് ശുബ്ബാനിൽ മുജാഹിദീൻ സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന വാണിജ്യവൽക്കരിക്കപ്പെടുന്ന ആത്മീയതയ്ക്കെതിരെ ജനമുന്നേറ്റമെന്ന മഹത്തായ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു സദസ്സിലാണ് നാം ഓരോരുത്തരും ഇപ്പോൾ ഒത്തൊരുമിച്ചിട്ടുള്ളത്. വിശുദ്ധ ഇസ്ലാമിന്റെ സവിശേഷത, ഇസ്ലാമിന്റെ വ്യതിരിക്തത, മനുഷ്യരുടെ കൈകടത്തലുകൾ, ഒരിക്കലും അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് മതം എന്ന നിലക്ക് അവതരിപ്പിക്കുവാൻ അവകാശം നൽകപ്പെട്ടിട്ടില്ലാത്ത മഹത്തായ ആദർശമാണ് ഇസ്ലാമിന്റെ സവിശേഷത. ലാ റഹ്ബാനിയത ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ പൗരോഹിത്യമില്ല എന്നതാണ്. ഒരു പുരോഹിത മതമല്ല ഇസ്ലാം. ഇസ്ലാമിൽ പൗരോഹിത്യം അനുവദിക്കപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി കടന്നു വന്ന പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകന്മാർക്ക് വളരെ വ്യക്തമായ ഒരു അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ട കേവലം ഭൗതികവൽക്കരിക്കപ്പെട്ട സിദ്ധാന്തങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അജണ്ടയല്ല. നേരെ മറിച്ചൊരു മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കി ആ ജീവിതം കൊണ്ട് എന്താണോ അർത്ഥമാക്കുന്നത് അത് ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യനെ ജീവിക്കുവാൻ പ്രാപ്തനാക്കി തീർക്കുക എന്ന മഹത്തായ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് പ്രവാചകന്മാർ ലോകത്ത് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ലോകത്ത് കഴിഞ്ഞുപോയ നബിമാർ ജനങ്ങളോട് അടിസ്ഥാനപരമായി പറഞ്ഞ കാര്യം, പഠിപ്പിച്ച കാര്യം, മനുഷ്യരെ ഈ ഐഹിക ലോക ജീവിതം എന്ന് പറഞ്ഞാൽ അത് കളിയല്ല, തമാശയല്ല, വിനോദമല്ല. നേരെ മറിച്ച് മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥം നിങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും വേണം എന്നാണ്. അന്തിമ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു തന്ന വിശുദ്ധ ഖുർആൻ മാനവരാശിയോട് ചോദിച്ച ഒരു ചോദ്യം, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അഫഹസിബതും, ഓ മനുഷ്യരെ നിങ്ങൾ കരുതുന്നുവോ, വിചാരിക്കുന്നുവോ, അന്നമാ ഖലഖനാകും അബസാ, നിങ്ങളെ നാം വെറുതെ അങ്ങ് സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? നിങ്ങളുടെ ജീവിതം വെറുതെയാണെന്ന് നിങ്ങൾ കരുതുന്നുവോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്നാണോ നിങ്ങളുടെ വിചാരം? മനുഷ്യനെ അവന്റെ യഥാർത്ഥ ജീവിത ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അല്ലാഹു ഉന്നയിക്കുന്ന ചോദ്യമാണ്, നിങ്ങളുടെ ജീവിതം വെറുതെയാണ് എന്ന് നിങ്ങൾ കരുതുന്നുവോ? നിങ്ങളുടെ ശൈശവദശയും അതുപോലെ തന്നെ ബാല്യവും കൗമാരവും യുവത്വവും വാർദ്ധക്യവും അടങ്ങുന്ന ഈ ഐഹിക ലോകത്തെ ജീവിതം വെറുതെയാണ് എന്ന് നിങ്ങൾ കരുതുന്നുവോ? തമാശയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? എങ്കിൽ അത് വേണ്ട. വമാ ഖലഖനസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. സൃഷ്ടാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറയുകയാണ്, വമാ ഖലഖനസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. ഒരിക്കലും ആകാശത്തെയോ ഭൂമിയെയോ ആകാശഭൂമികൾക്കിടയിലുള്ള വസ്തുക്കളെയോ നാം കളിയായി സൃഷ്ടിച്ചതല്ല, തമാശയായി സൃഷ്ടിച്ചതല്ല. ഇതൊന്നും വെറുതെയല്ല, ഇതൊരു കളിയല്ല, ഇതൊരു തമാശയല്ല. وما خلقنا السماء والأرض وما بينهما باطلا ذلك ظن الذين كفروا فويل للذين كفروا من النار. വിശുദ്ധ ഖുർആൻ പറയുന്നത് വമാ ഖലഖന السماء والأرض وما بينهما باطلا, ഒരിക്കലും ആകാശത്തെയോ ഭൂമിയെയോ ആകാശഭൂമികൾക്കിടയിലുള്ള വസ്തുക്കളെയോ നാം വെറുതെ സൃഷ്ടിച്ചതല്ല.
ചില ആളുകൾ അങ്ങനെ വാദിക്കുന്നുണ്ട്, അവരങ്ങനെ പറയുന്നുണ്ട്. ഇതെല്ലാം വെറുതെയാണെന്ന് ചിലർ വിചാരിക്കുന്നുണ്ട്. ഇതെല്ലാം പ്രകൃതിയുടെ ഒരു വികൃതിയാണ് എന്ന് ചിലർ കരുതുന്നുണ്ട്. അത് ചില ആ അവിശ്വാസികളുടെ ജൽപ്പനം മാത്രമാണ്, ഊഹം മാത്രമാണ്. അവരുടെ ജൽപ്പനം മാത്രമാണ്, ഊഹം മാത്രമാണ്. ഒരു മനുഷ്യൻ തന്റെ ബുദ്ധി കൊടുത്ത് ചിന്ത കൊടുത്തുകൊണ്ട് ആലോചിക്കുകയാണെങ്കിൽ, അവൻ ചിന്തിക്കുകയാണെങ്കിൽ അവനൊരു കാര്യം മനസ്സിലാകും, ലോകത്തൊന്നും വെറുതെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന്. ഇതെല്ലാം കൃത്യമായൊരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്, കൃത്യമായൊരു താളക്രമത്തിലാണ്, യാതൊരുവിധ ന്യൂനതയുമില്ലാതെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഇതിനെല്ലാം ഒരു അർത്ഥമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട് എന്ന് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രികാലങ്ങളിൽ പ്രവാചകൻ ഉറക്കമുണർന്നാൽ പ്രവാചകൻ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുകയും വാനലോകത്തേക്ക് നോക്കുകയും എന്നിട്ട് വിശുദ്ധ ഖുർആനിൽ നിന്നൊരു സൂക്തം ഓതുകയും ചെയ്യുമായിരുന്നു. ഏതാണ് ആയത്ത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാപ്പകലുകളുടെ മാറ്റത്തിലും, ലആയാതിൻ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർ, കുറ്റാലോചിക്കുന്നവർക്ക് ധാരാളം ധാരാളം ദൃഷ്ടാന്തമുണ്ട്. വിശാല വിസ്തൃതമായ ആകാശത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യന്, വിശാല വിസ്തൃതമായ ഭൂമിയെ സംബന്ധിച്ച് ചിന്തിക്കുന്ന മനുഷ്യന്, മാറി മാറി വരുന്ന ഋതുഭേദങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുന്ന മനുഷ്യന് ധാരാളം ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ചിന്തിക്കുന്നവർക്ക് ധാരാളം പാഠമുണ്ട്. എന്നിട്ട് അല്ലാഹ് പറയണം, ആരാണ് ഉലുൽ അൽബാബ്? ആരാണ് ചിന്തിക്കുന്നവരെന്ന് പറഞ്ഞാൽ, ആരാണ് ബുദ്ധിമാന്മാരെന്ന് പറഞ്ഞാൽ, അല്ലദീന യദ്കുറൂനല്ലാഹ, അവർ ദൈവിക സ്മരണയുള്ളവരാണ്, റബ്ബിനെ സ്മരിക്കുന്നവരാണ്, അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. ഖിയാമൻ നിന്നുകൊണ്ടും വഖുഊദൻ ഇരുന്നുകൊണ്ടും വഅലാ ജുനൂബിഹിം, അവരുടെ പാശങ്ങളിൽ ചാഞ്ഞു കിടന്നുകൊണ്ടും അവർ അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നവരാണെന്ന് മാത്രമല്ല, അതോടൊപ്പം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, വിശാല വിസ്തൃതമായ ആകാശഭൂമികളെ സംബന്ധിച്ച് അവർ ഉറ്റാലോചിക്കുന്നു, ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചവർ ചിന്തിക്കുന്നു. എന്നിട്ട് അവർ പറയുന്ന വാചകം, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില, റബ്ബേ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. ഭൂമിയിൽ ഒരു പുൽച്ചാടിയുണ്ടെങ്കിൽ, ഒരു പുൽക്കൊടിയുണ്ടെങ്കിൽ കൃത്യമായി അവക്ക് പോലും വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. അവയുടെ സൃഷ്ടിപ്പിന് പിന്നിൽ കൃത്യമായ ഒരു ഉദ്ദേശമുണ്ട്. അതില്ലാതെ ഒന്നും തന്നെ ലോകത്ത് അല്ലാഹുവേ നീ സൃഷ്ടിച്ചിട്ടില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കണ്ണിൽ ഏറ്റവും നിസ്സാരമായ ഒരു കൺപീലിക്ക് പോലും കൃത്യമായൊരു ഡ്യൂട്ടി ഐഹിക ലോകത്ത് നിർവഹിക്കാനുണ്ട്. ആ കൺപീലി പോലും ഒരിക്കലും വെറുതെ നീ സൃഷ്ടിച്ചതല്ലതുകൊണ്ട് സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. ഫഖിനാ അദാബന്നാർ, അല്ലാഹുവേ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന്, ആ നരക ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം ചോദിക്കുകയാണ്. ഞങ്ങളെ ആ ശിക്ഷയിൽ നിന്ന് കാക്കണമെന്ന് ചിന്തിക്കുന്ന മനുഷ്യർ, ഉറ്റാലോചിക്കുന്ന മനുഷ്യർ പറയുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മനുഷ്യന്റെ ജീവിതത്തിന്റെ അർത്ഥം മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുക, മനുഷ്യ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് മനുഷ്യരെ അറിയിച്ചു കൊടുക്കുക, മനുഷ്യനെ ബോധവൽക്കരിക്കുക, മനുഷ്യന് ബോധമുണ്ടാക്കി കൊടുക്കുക. ഒരിക്കലും മനുഷ്യജീവിതം ഭൗതികമായ ഈ ലോക ജീവിതം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന തിരിച്ചറിവ് മനുഷ്യന് പകർന്നു കൊടുക്കുക. മരണത്തോടെ എല്ലാം കഴിഞ്ഞുവെന്ന ചിന്ത വേണ്ട എന്ന് മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുക. കല്ലാ ഇദാ ബലഗതിത് തറാഖിയ വഖീല മൻ റആഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തിസ് സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, കല്ലാ, മനുഷ്യാ നീ അഹങ്കരിക്കണ്ട, ദാഢ്യം കാണിക്കണ്ട, പൊങ്ങച്ചം നടിക്കണ്ട, അഹങ്കരിക്കണ്ട. ഇദാ ബലഗതിത് തറാഖിയ, ആത്മാവ് റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ, ഒരു മനുഷ്യായുസ്സിലെ, മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന മനുഷ്യൻ അനുഭവിക്കുന്നതായ സന്ദർഭം,
ഒരു മനുഷ്യായുസിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും ശക്തമായ വേദന അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഊരപ്പെടുന്ന ആ ഘട്ടം, ആ റൂഹ് അഥവാ ആത്മാവ് തൊണ്ടക്കുഴിയിൽ കെട്ടുന്ന ആ ഘട്ടം. വഖീല, അവിടെ പറയപ്പെടുകയാണ്, മൻ റആഖ്, ആരാണെന്ന് മന്ത്രിക്കാനുള്ളത്, ആരാണ് ഈ മനുഷ്യനെന്ന് മന്ത്രിച്ചു കൊടുക്കാനുള്ളത്, ആ മനുഷ്യന്റെ പ്രയാസം കണ്ടോ, ആ മനുഷ്യന്റെ വേദന കണ്ടോ എന്ന് പറയപ്പെടുകയാണ്. ആ മനുഷ്യനുമായി മരണത്തോട് മല്ലടിക്കുന്ന ആളുമായി അതിനാധുനികമായ ഹോസ്പിറ്റലിലേക്ക്, സംവിധാനങ്ങളിലുള്ള ഹോസ്പിറ്റലിലേക്ക് ആളുകൾ എടുത്തുകൊണ്ടോടുകയാണ്. ആ മനുഷ്യനെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിവിദഗ്ധന്മാരായ ബിഷഗ്ഗുരന്മാർ, ഡോക്ടർമാർ പണിയെടുക്കുകയാണ്. അങ്ങനെ അതിനാധുനിക സംവിധാനങ്ങളുള്ള അതിവിദഗ്ധരായ ഡോക്ടർമാരുള്ള ആ ആശുപത്രിയിലെ ആ ഏറ്റവും ശക്തമായ ബന്ധവസ്ഥായ റൂമിൽ കിടന്നുകൊണ്ട് ചികിത്സക്ക് വിധേയനാകുന്ന ആ മനുഷ്യൻ, മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ തിരിച്ചറിയുകയാണില്ല, ഇനിയൊരിക്കലും എന്റെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോക്കില്ല. ഇത് വേർപാടിന്റെ സമയമാണ്, യാത്ര ചോദിക്കുന്ന സമയമാണ്. ഈ ലോകത്തോട് ഞാൻ വിട്ടുപിരിയുകയാണ്, എന്റെ കുടുംബത്തോട് ഞാൻ സലാം പറയുകയാണ്, എന്റെ മക്കളിൽ നിന്ന് ഞാൻ അകന്നു പോവുകയാണ്, എന്റെ സമ്പത്ത് ഞാൻ കൈയൊഴിക്കുകയാണെന്ന് ആ മനുഷ്യൻ തിരിച്ചറിയുന്ന സമയത്ത് അള്ളാഹ് പറയാണ്, അതുകൊണ്ടെല്ലാം അവസാനിച്ചുവെന്ന് കരുതണ്ട, അതോടെയെല്ലാം തീർന്നുവെന്ന് കരുതണ്ട. നേരെ മറിച്ച് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, ഇനിയുള്ള മടക്കം നിന്റെ റബ്ബിന്റെ അടുക്കലേക്കാണ്, രക്ഷിതാവിലേക്കുള്ള തിരിച്ചുപോക്കാണ്, റബ്ബിന്റെ അടുക്കലേക്കുള്ള മടങ്ങിപ്പോക്കാണത് എന്ന് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഒരാൾക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. മനുഷ്യന്റെ ജീവിതം ഭൗതിക ലോകം കൊണ്ട് അവസാനിക്കുന്നില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ, എല്ലാം ഈ ലോകം കൊണ്ട് അവസാനിച്ചിരുന്നുവെങ്കിൽ മരണം ഈ ലോകത്തെ ഏറ്റവും നല്ല ആശ്വാസമുള്ള വാക്കാകുമായിരുന്നു, ഏറ്റവും അധികം സമാധാനം നൽകുന്ന വാക്കാകുമായിരുന്നു മരണം. ഫലൗ കുന്നാ ഇദാ മിത്നാ തുരിക്നാ ലകാനൽ മൗതു റാഹത കുല്ലി ഹയ്യ്. അതേ ഫലൗ കുന്നാ ഇദാ മിത്നാ തുരിക്നാ, മരണത്തോടെ നാം അങ്ങ് ഉപേക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, മരണത്തോടെ എല്ലാം അവസാനിച്ചിരുന്നുവെങ്കിൽ, ലകാനൽ മൗതു റാഹത കുല്ലി ഹയ്യ്, മരണം ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും റാഹത്താകുമായിരുന്നു, അനുഗ്രഹമാകുമായിരുന്നു. കടം കൊണ്ട് വലയുന്ന പ്രയാസം അനുഭവിക്കുന്ന, മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മനുഷ്യന് ഒരു ചാൻ കയറിലോ ഒരു കുപ്പി വിഷത്തിലോ ജീവൻ ഒടുക്കാമായിരുന്നു. കാരണം മരണത്തോടെ എല്ലാം അവസാനിക്കുകയാണല്ലോ, അതുകൊണ്ട് മരണം ഏറ്റവും നല്ലൊരു ആശ്വാസമാകുമായിരുന്നു. പക്ഷേ വലാകിന്നാ ഇദാ മിത്നാ ബുഇസ്നാ വനുസ്അലു ബഅദഹു അൻ കുല്ലി ശൈഇ, അങ്ങനെയല്ലല്ലോ. വലാകിന്നാ ഇദാ മിത്നാ ബുഇസ്നാ, നാം മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമല്ലോ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് മാത്രമല്ല, വനുസ്അലു ബഅദഹു അൻ കുല്ലി ശൈഇ, മരണാനന്തരം മനുഷ്യന്റെ സർവമാന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും വിചാരണ ചെയ്യപ്പെടുമല്ലോ, റബ്ബിന്റെ മുന്നിൽ ചോദ്യമുണ്ടാകുമല്ലോ, റബ്ബിന്റെ മുന്നിൽ വിചാരണയുണ്ടാകുമല്ലോ. അതാണ് മനുഷ്യന്റെ പ്രശ്നം, അതാണ് എന്റെയും നിങ്ങളുടെയും പ്രശ്നം. ഒരാൾക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാളും അത്ഭുതപ്പെടേണ്ട. അതാണ് ഖുർആൻ മനുഷ്യന്റെ ബുദ്ധിയെ കുത്തിയുണർത്തിക്കൊണ്ട് പറഞ്ഞത്, അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫ, മനുഷ്യനവൻ മനസ്സിലാക്കുന്നില്ലേ അവനെ നാം സൃഷ്ടിച്ച് പുറത്തു കൊണ്ടുവന്നത് ശ്രവിക്കുന്ന ഇന്ദ്രിയത്തുള്ളിയിലെ കോടിക്കണക്കിന് ബീജഗണങ്ങളിൽ ലക്ഷണമൊത്തൊരു ബീജഗണത്തിൽ നിന്നാണ്, നുത്ഫത്തിൽ നിന്നാണ്. മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും സൂക്ഷ്മമായ ആ നുത്ഫത്തിൽ നിന്ന്, ആ കണത്തിൽ നിന്ന് സൃഷ്ടിച്ചു മനുഷ്യനെ. എന്നിട്ട് ഫൈദാഹുവ ഖസീമും മുബീൻ, അവനിപ്പോൾ പ്രത്യക്ഷ ശത്രുവായി മാറിയിരിക്കുന്നു, വ്യക്തമായ ശത്രുവായി മാറിയിരിക്കുന്നു. വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം, അവൻ ആ അവസ്ഥ തരണം ചെയ്ത് അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു രക്തകണമായി മാറി, ഭ്രൂണമായി മാറി. അതിന് പിന്നെ മാറ്റം സംഭവിച്ചു, അത് ഒരു മാംസികഷ്ടമായി രൂപാന്തരപ്പെട്ടു. അതിനും മാറ്റം സംഭവിച്ചു, അത് എല്ലും തുണ്ടങ്ങളായി മാറി. ആ എല്ലും തുണ്ടത്തെ മാംസം പൊതിഞ്ഞു. അങ്ങനെ കൈകാലുകൾ രൂപപ്പെട്ട്, കണ്ണുകൾ രൂപപ്പെട്ട്, ബാഹ്യവും ആന്തരികവുമായ അവയവങ്ങൾ രൂപപ്പെട്ട് പൂർണ്ണ വളർച്ചയെത്തി ഒരു കുട്ടിയായി കഴിഞ്ഞപ്പോൾ അവൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന്
ആ കടന്നു വരുന്ന ഘട്ടത്തിൽ അവൻ ആവശ്യമായ ആഹാരം, അവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആഹാരം സ്വന്തം അമ്മയുടെ മാറിടത്തിൽ ഒരുക്കി വെച്ച് ആ ആഹാരം അവന് നൽകി വളർത്തി പിച്ച വെച്ച് നടക്കുന്ന അവസ്ഥ തരണം ചെയ്ത്, അങ്ങനെ ബാല്യവും അതുപോലെ തന്നെ കൗമാരവും അതുപോലെ യുവത്വവും തരണം ചെയ്ത് അവനിപ്പോൾ പക്വതയെത്തിയ മനുഷ്യനായി കഴിഞ്ഞപ്പോൾ അവൻ അത്ഭുതത്തോടൊരു ചോദ്യം ചോദിക്കുന്നു. എന്താണ് അവന്റെ ചോദ്യം? അല്ലടോ, മരിച്ച മണ്ണോട് ചേർന്നതിനു ശേഷം അതേ മണ്ണോട് മണ്ണ് ചേർന്ന് നുരുമ്പിപ്പോയ എല്ലുകളിൽ നിന്ന് ആരാണ് രണ്ടാമത് നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് എന്നാണ് അവന്റെ ചോദ്യം. ഇതെല്ലാം കഴിഞ്ഞു വന്ന മനുഷ്യനത് ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, കുൽ, അത്തരം ചോദ്യം ഉന്നയിക്കുന്നവർക്ക് നബിയെ താങ്കൾ മറുപടി പറഞ്ഞു കൊടുക്കണം. യുഹയ്യല്ലദീ അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ആദ്യം അവനെ ആരാണ് സൃഷ്ടിച്ചത്? ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന്, പറയാനുള്ള ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് അതേ നുത്ഫത്തായി മാറ്റി, അലഖത്താക്കി മാറ്റി, അങ്ങനെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ആ റബ്ബ് അവൻ തന്നെയായിരിക്കും രണ്ടാമതും അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുകയെന്ന് അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കൂ നബിയെ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്. ലോകത്ത് കഴിഞ്ഞു പോയ നബിമാർ മനുഷ്യന്റെ മുന്നിൽ അവതരിപ്പിച്ച അടിസ്ഥാന പ്രശ്നം അതാണ്. അവരുടെ ജീവിതത്തിന്റെ നിലപാടും അതുതന്നെയാണ്. അവരുടെ ജീവിതത്തിൽ അവർ സ്വീകരിച്ച നിലപാട്, ആ നിലപാടും അവർ അവതരിപ്പിച്ച നിലപാടും അവരുടെ ജീവിതത്തിൽ സർവമാന അജണ്ടകൾ അവർ നിശ്ചയിച്ചതും ഈ ഒരു വിശ്വാസത്തിൽ ഊന്നിന്നുകൊണ്ടാണ്. മനുഷ്യന്റെ ജീവിതം ഭൗതിക ജീവിതം കൊണ്ട് അവസാനിക്കുന്നില്ല. മനുഷ്യന് പാരത്രിക ലോകത്ത് വിജയമുണ്ടാകണം, പരലോകത്ത് മനുഷ്യന് വിജയമുണ്ടാകണം. അതാണ് യഥാർത്ഥ ജീവിതം. ഇതാണ് മനുഷ്യനെ പ്രവാചകന്മാർ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഏതൊരവസ്ഥയിലും പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാനുണ്ടായിരുന്നത് എന്താ? നമുക്കറിയാം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ പുറപ്പെടുകയാണ് അങ്ങോട്ട്, ഖന്തഖിലേക്ക്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലൽ ഖന്തഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖന്തഖിലേക്ക് പുറപ്പെടുകയാണ്. ഫൈദൽ മുഹാജിറൂന വൽ അൻസാർ യഹ്തിറൂന ഫീ ഗദാത്തിൻ ബാരിദ. ആ തണുത്ത പ്രഭാതത്തിൽ റസൂലുള്ളാഹി തന്റെ അനുചരന്മാരായ മുഹാജിറുകളോടൊപ്പം അൻസാറുകളോടൊപ്പം ഖന്തഖിലേക്ക് കിടങ്ങുകീറുവാൻ വേണ്ടി പോവുകയാണ്. ഫലൈസ ഫലം യകുൽ ലഹും അബീദുൻ യഅമലൂന ദാലിക. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹാബത്തിനോടൊപ്പം അടിമകൾ ഉണ്ടായിരുന്നില്ല. എന്തേ അത് പറയാൻ കാരണം? കിടങ്ങുകീറുക പോലെയുള്ള ഭാരപ്പെട്ട പണികൾ അക്കാലഘട്ടത്തിൽ ചെയ്യിച്ചിരുന്നത് അടിമകളെ കൊണ്ടായിരുന്നു. പക്ഷേ അന്ന് റസൂലും സഹാബത്തും ഖന്തഖിലേക്ക് പോകുമ്പോൾ അവരോടൊപ്പം അടിമകളില്ലെന്ന് പറഞ്ഞാൽ സ്വന്തം കയ്യിൽ പിക്കാസ് എടുത്ത് കയ്യിൽ പിടിച്ചിട്ട്, അതുപോലെ തന്നെ പണിയായുധങ്ങൾ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും കൂടി പോവുകയാണ് ഖന്തഖിലേക്ക്. എന്നിട്ട് അവർ കിടങ്ങുകീറുകയാണ്. എന്തിനു വേണ്ടി? സ്വന്തം ജനതയെ സംരക്ഷിക്കുവാൻ വേണ്ടി, മദീനയിലുള്ള ആളുകളെ സംരക്ഷിക്കുവാൻ വേണ്ടി, വിശ്വാസികളെ സംരക്ഷിക്കുവാൻ വേണ്ടി, കടന്നാക്രമണം തടയുവാൻ വേണ്ടിയിട്ട് ഖന്തഖിന്റെ കിടങ്ങുകീറിക്കൊണ്ടിരിക്കുമ്പോ അവർക്ക് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. വിശന്നൊട്ടിയ വയറുമായിട്ടാണ് അവർ കിടങ്ങുകീറിയത്. വിശന്നൊട്ടിയ വയറുമായിട്ട് അവർ പ്രഭാതത്തിൽ പണിയെടുക്കുകയാണ്. അവരിൽ പല ആളുകളും വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ്. മുതുകൊന്ന് നിവർന്നു നിൽക്കുവാൻ വേണ്ടിയിട്ട് അവർ വയറ്റത്ത് കല്ല് വെച്ച് കൊട്ടി ആ കിടങ്ങി കീറിക്കൊണ്ടിരിക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പണിയെടുക്കുന്നതിനിടയിൽ തന്റെ സഹാബത്തിനെ നോക്കുന്നു, തന്റെ അനുചരന്മാരെ നോക്കുമ്പോ വിശന്നൊട്ടിയ വയറുമായി അവർ പണിയെടുക്കുന്നത് കാണുമ്പോ, അധ്വാനിക്കുന്നത് കാണുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നനയുകയാണ്. അവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഉറക്കെ പാടിപ്പോയി, അല്ലാഹുമ്മ ഇന്നൽ ഐശ ഐശുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നൽ ഐശ ഐശുൽ ആഖിറ, ഈ ലോക ജീവിതമല്ലല്ലോ യഥാർത്ഥ ജീവിതം. ഇത് താൽക്കാലികമായ ഒരു വെയിറ്റ് ഷെഡ് മാത്രമാണല്ലോ, താൽക്കാലികമായ ഒരു ഇടവേള മാത്രമാണല്ലോ ഐഹിക ലോകത്തുള്ളത്. നേരെ മറിച്ച് യഥാർത്ഥ ജീവിതം വരാനിരിക്കുന്ന പാരത്രിക ലോക ജീവിതമാണല്ലോ. റബ്ബേ, അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ സഹാബികൾ, എന്റെ അനുചരന്മാർ വിശന്നൊട്ടിയ വയറുമായി തണുത്ത പ്രഭാതത്തിൽ അധ്വാനിക്കുന്നത്, പണിയെടുക്കുന്നത്.
പറയുന്നത്. ആയതിനാൽ മുഹാജിറുകൾക്ക് അൻസാറുകൾക്ക് നീ പുറത്തു കൊടുക്കണേ, മുഹാജിറുകൾക്കും അൻസാറുകൾക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് അള്ളാഹുവിന്റെ റസൂല് ഉറക്കെ പാടി ദുആ ചെയ്യുമ്പോൾ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ സഹാബത്ത് കേൾക്കുകയാണ്, നബിയുടെ അനുചരന്മാരത് കേൾക്കുകയാണ്. അവർ മനസ്സിലാക്കുകയാണ്, റസൂലുള്ളാഹിയുടെ മനസ്സ് ഞങ്ങൾ വേദനിപ്പിച്ചു. കാരണം ഞങ്ങളുടെ പ്രയാസം, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതം റസൂലുള്ളാഹിയുടെ മനസ്സിന്റെ വേദനയുണ്ടാക്കി എന്ന് തിരിച്ചറിഞ്ഞ സഹാബത്ത് റസൂലുള്ളാഹിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് തിരിച്ചു പാടുകയാണ്. നഹ്നുല്ലദീന ബയഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. ഒരിക്കലും ഞങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല, ഈ തണുത്ത പ്രഭാതത്തിൽ പുതച്ചു മൂടി കിടന്നുറങ്ങുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ചുറ്റുപാടുമുണ്ട്, അവരെ പോലെയല്ലല്ലോ ഞങ്ങൾ. നഹ്നുല്ലദീന ബയഉ മുഹമ്മദാ, ഞങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ബൈഅത്ത് ചെയ്തവരാണ്, റസൂലുള്ളാഹിയുമായി കരാർ ചെയ്തവരാണ്. ഏത് വിഷയത്തിൽ? അലൽ ജിഹാദി മാ ബഖീനാ അബദാ, അലൽ ജിഹാദി മാ ബഖീനാ അബദാ. ഞങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യശ്വാസം വരെ, അന്തിമ നിമിഷം വരെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാമെന്ന്, റബ്ബിന്റെ മാർഗത്തിൽ ജീവിതം സമർപ്പിക്കാമെന്ന് ഞങ്ങൾ ദൃഢപ്രതിജ്ഞ ചെയ്തവരാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് വിശപ്പ് പ്രശ്നമല്ല, ഞങ്ങൾക്ക് പട്ടിണി പ്രശ്നമല്ല, ഞങ്ങൾക്ക് ദാരിദ്ര്യം പ്രശ്നമല്ല, ഞങ്ങൾക്ക് ഭൗതിക ലോകത്തെ പ്രയാസങ്ങൾ പ്രശ്നമല്ല. നേരെ മറിച്ച് ഞങ്ങളുടെ ലക്ഷ്യം പരലോകമാണ്, റബ്ബിന്റെ മുന്നിലുള്ള വിജയമാണെന്ന് ആ പ്രവാചകന്റെ സഹാബത്ത് ഉറക്കെ പറഞ്ഞുവെങ്കിൽ, മാന്യ സഹോദരങ്ങളെ, ഈ രൂപത്തിലായിരുന്നു സഹാബത്തിന്റെ നിലപാട്, ഈ രൂപത്തിലായിരുന്നു പ്രവാചകന്റെ നിലപാട്. പട്ടിണി കിടന്നവർ പണിയെടുത്തു, പട്ടിണി കിടന്നവർ അധ്വാനിച്ചു, മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്ത് എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്തി കൊടുത്തു, എന്നിട്ട് മനുഷ്യരെ മനുഷ്യനാക്കി വളർത്തിക്കൊണ്ടുവന്നു. എന്നാൽ ഈ നിലപാടിന് നേരെ എതിരായ നിലപാട്, അതാണ് പൗരോഹിത്യത്തിന്റെ നിലപാട്. നമുക്കറിയാം, ലോകത്ത് എന്നും മതരംഗത്ത് രണ്ട് വഴിത്താരകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് പ്രവാചകന്മാരുടെ സരണി, പ്രവാചകന്മാരുടെ സുന്ദരമായ പാത. മറ്റൊരു പാത, അതിനോടൊപ്പം ചേർന്ന് വന്ന ഒരു പാതയാണ് പുരോഹിതന്മാരുടെ മതം, പൗരോഹിത്യത്തിന്റെ മതം. ഈ പൗരോഹിത്യ മതമാകട്ടെ ഇതിന് നേരെ എതിരാ, പ്രവാചകന്മാരുടെ നിലപാടിന് നേരെ എതിരാ. നേരെ മറിച്ച് അവരുടെ ജീവിതത്തിലെ അജണ്ട എന്താ, അവരുടെ ജീവിത നിലപാടെന്താ? വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബ 34-ാം സൂക്തത്തിലൂടെ പ്രഖ്യാപിച്ചു പുരോഹിത മതത്തിന്റെ പ്രത്യേകത. അതെന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസ് ബിൽ ബാതിലി വയസുദ്ദൂന അൻ സബീലില്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, വിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാൻ, അഹ്ബാറുകളിൽ നിന്നും റുഹ്ബാനുകളിൽ നിന്നും അഥവാ പണ്ഡിത പുരോഹിതന്മാരിൽ നിന്നും ബഹുഭൂരിപക്ഷവും, അവരിൽ അധികം ആളുകളും ലയഅകുലൂന അംവാലൻ നാസ് ബിൽ ബാതിൽ, ജനങ്ങളുടെ മുതൽ അന്യായമായി കഴിക്കുന്നവരാണ്. ജനങ്ങളുടെ മുതൽ അന്യായമായി അപഹരിക്കുന്നവരാണ്. ആര്? അഹ്ബാർ, റുഹ്ബാൻ. നസ്വാറാക്കളിലെ, യഹൂദികളിലെ പണ്ഡിത പുരോഹിതന്മാരെ ചൂണ്ടി അള്ളാഹു വിശ്വാസികളോട് പറയാൻ, പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ, പുരോഹിതന്മാരെന്ന് പറഞ്ഞാൽ ലയഅകുലൂന അംവാലൻ നാസ് ബിൽ ബാതിൽ, ജനങ്ങളുടെ മുതൽ അന്യായമായി അവർ അപഹരിക്കും. അതുകൊണ്ട് അവസാനിപ്പിക്കൂല, നേരെ മറിച്ച് വയസുദ്ദൂന അൻ സബീലില്ലാഹ്, ദൈവിക മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്യും. രണ്ട് ഉപദ്രവമാണ് പണ്ഡിത പുരോഹിതന്മാരെ കൊണ്ട് സമൂഹത്തിലുള്ളത്. ഒന്ന്, ജനങ്ങളുടെ പോക്കറ്റടിക്കും. രണ്ട്, സത്യമാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയും. എന്നാൽ നബിമാരോ നേരെ എതിരാണ്. പ്രവാചകന്മാർ അങ്ങനല്ല. ലോകത്ത് കഴിഞ്ഞുപോയ നബിമാരുടെ സ്വഭാവം വിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ പഠിപ്പിച്ചിരുന്നുണ്ട്. എന്താ? നിങ്ങൾ നോക്കൂ, കദ്ദബത്ത് ഖൗമു നൂഹിൽ മുർസലീൻ, നൂഹിന്റെ ജനത പ്രവാചകന്മാരെ കളവാക്കിയവരാണ്. ഇത് ഖാല ലഹും അഖൂഹും നൂഹുൻ അലാ തത്തഖൂൻ, അവരുടെ സഹോദരനായ നൂഹ് അലൈഹിസ്സലാം അവർക്കിടയിലേക്ക് കടന്നു വന്നിട്ട് അവരോട് ചോദിച്ചു, അലാ തത്തഖൂൻ, മനുഷ്യരെ, എന്ത് ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ഹലാൽ ഹറാമുകളില്ലേ? നന്മ തിന്മകൾ നിങ്ങൾ വേർതിരിക്കുന്നില്ലേ? റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് നല്ലവരായി നിങ്ങൾ ജീവിക്കുന്നില്ലേ? ഇന്നീ ലക്കും റസൂലുൻ അമീൻ, ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട വിശ്വസ്തനായ പ്രവാചകനാണ്. അതുകൊണ്ട് ഫത്തഖുല്ലാഹ വഅതിഊൻ, സൃഷ്ടാവിനെ സൂക്ഷിച്ചുകൊണ്ട്, നിങ്ങളെ സൃഷ്ടിച്ച നാഥനെ സൂക്ഷിച്ചുകൊണ്ട്, ഹലാൽ ഹറാമുകളെ പരിഗണിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി നിങ്ങൾ ജീവിക്കണേ. വാതിഊൻ, പ്രവാചകനായി എന്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾ അനുസരിക്കണേ. ഇത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞിട്ട്
ഉടൻ തന്നെ നൂഹ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറയുന്ന വാചകം, വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. ഞാനിത് പറഞ്ഞു തരുന്നതിന്റെ പേരിൽ നിങ്ങൾ എനിക്ക് പ്രതിഫലം തരേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളോട് പണം ചോദിക്കുന്നില്ല, ഞാൻ നിങ്ങളോട് പൈസ ചോദിക്കുന്നില്ല, ഞാൻ നിങ്ങളോട് ഇതിന്റെ പേരിൽ പ്രതിഫലം ചോദിക്കുന്നില്ല. എനിക്ക് പ്രതിഫലം തരേണ്ടവൻ റബ്ബാണ്, അള്ളയാണ്. ആ റബ്ബിന്റെ പ്രതിഫലമാണ് ഞാൻ കൊതിക്കുന്നത് എന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറയുകയാണ്. നൂഹ് നബി മാത്രമല്ല, വിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുന്നു, അതെ, ആദ് സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളോട് ഇത് പറഞ്ഞു. സമൂദ് ഗോത്രത്തിലേക്ക് അയക്കപ്പെട്ട സാലിഹ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് ഇത് പറഞ്ഞു. അതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് ഇത് പറഞ്ഞു. അസ്ഹാബുൽ ഐക്കത്തിനോട് ശുഐബ് അലൈഹിസ്സലാം ഇത് പറഞ്ഞു. അങ്ങനെ ലോകത്ത് കഴിഞ്ഞുപോയ നബിമാരെല്ലാം ജനങ്ങളോട് ഇക്കാര്യം പറഞ്ഞു. ഇത് പറഞ്ഞിട്ടെന്ന് പറയുകയാണ്, അന്തിമ പ്രവാചകനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ല പറയുന്നു, വമാ അർസൽനാക ഇല്ലാ മുബശ്ശിറൻ വനദീറാ. ഓ മുഹമ്മദ് നബിയെ, താങ്കൾ നാം നിയോഗിച്ചിട്ടുള്ളത് സ്വർഗം കൊണ്ട് സുവാർത്ത അറിയിക്കുന്നവനും നരകം കൊണ്ട് താക്കീത് ചെയ്യുന്നവനുമായി ാണ്. താങ്കൾ സ്വർഗം കൊണ്ട് തബ്ശീർ ചെയ്യുന്ന, സുവാർത്ത അറിയിക്കുന്ന വ്യക്തിത്വമാണ്. നരകം കൊണ്ട് ഇൻസാർ ചെയ്യുന്ന ആളാണ്, താക്കീത് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഖുൽ, നബിയെ താങ്കളും ജനങ്ങളോട് പറയണം, നബിയെ താങ്കളും ജനങ്ങളോട് പറയണം, മാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇല്ലാ മൻ ശാഅ അയ്യത്തഖിദ ഇലാ റബ്ബിഹി സബീലാ. നിങ്ങൾക്കിടയിലേക്ക് വിശുദ്ധ ഇസ്ലാമുമായി കടന്നു വന്ന ഞാൻ ഇതിന്റെ പേരിൽ 5 നയാ പൈസ ചോദിക്കുന്നില്ല, കൈമടക്ക് ചോദിക്കുന്നില്ല, പണം ചോദിക്കുന്നില്ല, പ്രതിഫലം ചോദിക്കുന്നില്ലെന്ന് പറയൂ നബിയെ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുകയാണ്. എന്തേ കാരണം? നബിമാര് കച്ചവടത്തിന് വന്നവരല്ല, ബിസിനസിന് വന്നവരല്ല, പണത്തിന് വന്നവരല്ല, ഫണ്ടിന് വന്നവരല്ല. അവരൊരിക്കലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾ പോലെ വർത്തിച്ചവരല്ല. നേരെ മറിച്ച് സമൂഹത്തിന് വേണ്ടി വർത്തിച്ചവരാണ്. അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യം വെച്ചുകൊണ്ട് നിസ്വാർത്ഥമായി പ്രവർത്തിച്ചവരാണ്. പുരോഹിതന്മാരാകട്ടെ ഈ പ്രവാചകന്മാരുടെ ജീവിത നിലപാടുകളെ മോഷ്ടിച്ചുകൊണ്ട് കച്ചവടം ചെയ്ത് ജീവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യത്യാസം എല്ലാ രംഗത്തും നമുക്ക് കാണാം. ഏതൊരു കാര്യവും ഒരു പുരോഹിതന്റെ കയ്യിൽ കിട്ടിയാൽ അതെങ്ങനെ കച്ചവടവൽക്കരിക്കാമെന്ന ചിന്ത. പ്രവാചകന്മാരുടെ ജീവിതം പോലും കച്ചവടവൽക്കരിക്കപ്പെടുകയാണ്. അവർ സമർപ്പിച്ച ത്യാഗം പോലും കച്ചവടവൽക്കരിക്കപ്പെടുകയാണ്. എത്രത്തോളം അതേ ഇസ്ലാമിക ലോകത്ത് നടന്ന ത്യാഗസമ്പൂർണമായ ജീവിതത്തെ സംബന്ധിച്ച ഒരു മുസ്ലിയാരുടെ വീക്ഷണം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇപ്പൊ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സഹാബിമാരൊക്കെ ഷഹീദ് എന്നല്ലേ നമ്മൾ പറയുന്നത്? അല്ലേ? ആണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അല്ലാക്ക ഇവിടെ ദീന് വിജയിപ്പിക്കാൻ അള്ളാഹുവിനെ അബൂജാലിനെ കൊല്ലക്കേണ്ട യുദ്ധത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ടിന്നാണ് ജിബ്രീലിന്റെ ഒരു ചിറക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ അബൂജാലിനെ കൊല്ല? പിന്നെ അവിടെ ബദർ യുദ്ധം നടത്തിയതിന് ഈ ദീന് പ്രയോഗിക്കാൻ അള്ളാഹുവിന് ഒന്നുമില്ലാതെ തന്നെ കഴിയൂലേ? പിന്നെ കുറെ ആളുകളെ ഷഹീദാക്കിയെന്തേ? അത് ദുനിയക്ക് ബദർ മൗലൂദ് കഴിക്കണം, അത് ദുനിയക്ക് ബദർ മൗലൂദ് കഴിക്കണം, അത് ദുനിയക്ക് ബദർ മൗലൂദ് കഴിക്കണം, ഇവിടെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം, കുറെ ആളുകൾക്ക് കൂലി കിട്ടണം, ഷഹീദാകണം. അതിന് തന്നെയാണ് അതൊക്കെ. അല്ലെ അബൂജാഹിലിനെ കൊല്ല ഇക്കണ്ട സാഹബത്തിൽ എങ്ങനെ ഇറങ്ങാറാക്കണ്ട എന്താ ആവശ്യമുള്ളേ? പറച്ചോടിപ്പോ എന്തായാലും കഴിയുന്നില്ല. ഇപ്പൊ നമുക്ക് കണ്ടുകൂട്ടർക്ക് അഭിപ്രായ വ്യത്യാസമല്ലല്ലോ. കണ്ടോ? അപ്പൊ എന്തിനാ ബദർ യുദ്ധം നടന്നത്? ഞങ്ങൾക്ക് ബദർ മൗലൂദ് കഴിക്കാൻ. എന്തിനാ ഉഹുദ് യുദ്ധം നടന്നത്? ഞങ്ങൾക്ക് ഉഹുദുമാല ചൊല്ലാൻ. എന്തിനാ ഹന്തക്ക് നടന്നത്? ഞങ്ങൾക്ക് ഹന്തക്ക് മൗലൂദ് നടത്താൻ. മനസ്സഹോദരങ്ങൾ, നിങ്ങൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. ഇവർക്ക് ബദർമാലയും മൗലൂദും ചെല്ലാനാണ് അല്ലാഹുവിന്റെ റസൂല് പട്ടിണി കിടന്നത്. സഹാബത്ത് ത്യാഗം അനുഭവിച്ചത്. ഖന്തക്കിന്റെ കിടങ്ങി കീറുമ്പോ വയറ്റിൽ കല്ല് വെച്ച് കെട്ടിക്കിട്ട് ആ വിശപ്പ് മാറ്റുവാൻ വേണ്ടി ഉറക്കെ പാട്ടുപാടേണ്ടി വന്നത്. നമുക്കറിയാം ബദറിന്റെ രണാങ്കണത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂല് പോയത്. ഉഹുദിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇളാപ്പ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടത് നമുക്കെല്ലാം അറിയുന്നതല്ലേ. ഹിന്ദെന്ന പെണ്ണിന്റെ ആ വർത്തമാനം കേട്ടിട്ട് പ്രലോഭനത്തിൽപ്പെട്ടിട്ട് വഹ്ശി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉഹുദിന്റെ രണാങ്കണത്തിൽ പടവെട്ടിക്കൊണ്ടിരിക്കുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മാർ നോക്കിയിട്ട് ഒളിയം പെയ്യുമ്പോ
കുതിരപ്പുറത്തിരിക്കുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മാറിൽ വന്ന് തുളച്ചിട്ട് അദ്ദേഹത്തിന്റെ മുതുകിലൂടെ ആ അമ്പ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒളിയമ്പ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ആ കുതിരപ്പുറത്ത് നിന്ന് നിലത്തേക്ക് വീണു പോകുമ്പോ ഹിന്ദ് എന്ന പെണ്ണ് ഓടി വന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന കടാര വലിച്ചൂരിയെടുത്തിട്ട് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മാർഗം കുത്തിപ്പിളർത്തി ആ വയറ്റിൽ നിന്ന് കുടൽമാല വലിച്ച് പുറത്തേക്കെടുത്ത് അത് കഴുത്തിൽ ചുറ്റിയിട്ട് കരൾ പറിച്ചെടുത്ത് ചവച്ചു തുപ്പി തലയോട്ടി വെട്ടിപ്പിളർന്ന് ആ തലയോട്ടി കയ്യിലെടുത്ത് അതിൽ മദ്യമൊഴിച്ച് കുടിച്ചിട്ട് ആ ഉഹുദിന്റെ രണാങ്കണത്തിൽ ആനന്ദ നൃത്തം ചവിട്ടിയെങ്കിൽ ഉഹുദ് രണാങ്കണത്തിലെ പൊടിപടലങ്ങൾ അടങ്ങിയ ഘട്ടത്തിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉഹുദ് പടക്കളത്തിലേക്ക് ഇറങ്ങി ആരാണ് ഷഹീദായതെന്ന് നോക്കി നടക്കുമ്പോ അതേ വികൃതമാക്കപ്പെട്ടൊരു മയ്യത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണിൽപ്പെട്ട ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ സമീപത്തേക്ക് ചെന്നിട്ട് ആ മയ്യത്തിനെ ഒരു വട്ടം സൂക്ഷിച്ചു നോക്കിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ കണ്ണടച്ചു പിടിച്ചുറക്കെ വിളിച്ചു പറഞ്ഞു പോയി, യാ അമ്മീ യാ ഹംസ യാ സയ്യിദ ശുഹദാ യാ ഹംസ, എന്റെ ഇളാപ്പ ഹംസേ, എന്റെ ഇളാപ്പ ഹംസേ, യാ സയ്യിദ ശുഹദാ യാ ഹംസ, ശുഹദാക്കളുടെ നേതാവായ ഹംസേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഉറക്കെ കരഞ്ഞെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ കരഞ്ഞ നിമിഷങ്ങളെ കുറിച്ച് ഇസ്ലാമിക ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയപ്പോ ബിമൗതി ഹംസ, ഹംസയുടെ മരണം കൊണ്ട് അഷ്റഫുൽ ഖൽഖ് കരഞ്ഞുപോയി എന്ന് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോ എന്തിനാണ് ഈ ത്യാഗം, എന്തിനാണ് ഈ പ്രയാസം, എന്തിനാണ് ദുരിതം, എന്തിനാണ് ഈ കഷ്ടതകൾ അവർ സഹിച്ചത്? മുസ്ലിയാക്കന്മാർക്ക് മാല പാടിയിട്ട് ഭക്ഷണം കഴിക്കാനും കൈമടക്ക് വാങ്ങാനുമാണ്. മൗലിദ് ഓതിയിട്ട് ഭക്ഷണം കഴിക്കാനും കൈമടക്ക് വാങ്ങാനുമാണെന്ന് പറഞ്ഞാൽ എത്ര നിഷ്ഠൂരമായിട്ടാണ് ഇസ്ലാമിക പ്രമാണങ്ങള് തേച്ചുമാച്ചു കളയുന്നത്. ഇസ്ലാമികമായ ചരിത്രങ്ങളെ തന്നെ, ഇസ്ലാമികമായ ചിന്തകളെ തന്നെ അത് ഉപജീവനത്തിനുള്ള മാർഗമാക്കി മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് കച്ചവട കണ്ണോടുകൂടി പുരോഹിതന്മാർ ഇറങ്ങുകയാണ്. കച്ചവടം നടത്താൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ് പുരോഹിതന്റെ കയ്യിലുള്ളത്? എന്താണ് പുരോഹിതന്റെ കയ്യിലുള്ളത്? കച്ചവടം ചെയ്യാൻ എന്താ ഉള്ളത്? അരിയുണ്ടോ? ഇല്ല. പഞ്ചസാരയുണ്ടോ? ഇല്ല. പയറുണ്ടോ? ഇല്ല. സ്വർണമുണ്ടോ? ഇല്ല. വെള്ളിയുണ്ടോ? ഇല്ല. പിന്നെന്താ പുരോഹിതന്റെ കയ്യിലുള്ളത്? ദിക്റുണ്ട്, പിന്നെന്താ സലാത്തുണ്ട്, പിന്നെന്താ പ്രാർത്ഥനയുണ്ട്. എന്നിട്ട് റേറ്റ് ഇടുക. എന്തിന്? പ്രാർത്ഥനക്ക് റേറ്റ് ഇടുക, ദിക്റിന് റേറ്റ് ഇടുക, സലാത്തിന് റേറ്റ് ഇടുക, ഖുർആൻ പാരായണത്തിന് റേറ്റ് ഇടുക. ഞാൻ വെറുതെ പറയല്ല, കേട്ടോളൂ നിങ്ങൾ. ഹൃദയത്തിൽ നിറഞ്ഞ ഈമാനുള്ള ഒരു മനുഷ്യനായി, തെക്കുള്ള ഒരു മനുഷ്യനായി, ഒരു സാലിഹായ മനുഷ്യനായി ഇവിടുന്ന് മരിച്ചു കിട്ടണ്ടേ? വേണല്ലോ സഹോദരന്മാര്. അതുകൊണ്ട് ശൈഖുന ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ, ആ ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി ഈ മഹത്തായ സദസ്സിലേക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ, കിബറില്ലാത്ത, ഹസദില്ലാത്ത, റിയാദില്ലാത്ത, വലബില്ലാത്ത, ഉജുബില്ലാത്ത, ഹിഖദില്ലാത്ത, ഒരു ദുർഗുണവുമില്ലാതെ ജീവിച്ച് ഈ ലോകത്തോട് വിട പറയാൻ തൗഫീഖ് കിട്ടിയ മഹാനായ ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് ഇതുപോലത്തെ ഒരു കൽബ് എനിക്കുണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സയ്യിദന്മാർ, ഈ ഉഖ്റവിയായ ആലിമീങ്ങൾ, മഹാന്മാരായ സാലിഹീങ്ങളുടെ സദസ്സിലേക്ക്, ഈ മഹത്തായ പരിപാടിയിലേക്ക് ഇവിടെ ഒരുപാട് ഹൈറായ കാര്യങ്ങളാണ് ലക്ഷ്യമാക്കിയത്. ഇവിടെ ദ്വാരിപ്പിക്കാൻ, അങ്ങനത്തെ ഒരു കൽബിന്റെ ഉടമയാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു 5000 പറയാൻ പറ്റിയവരുടെ പറഞ്ഞോളി, നമുക്ക് ദ്വാരം കൊടുക്കാലോ. ആഗ്രഹിച്ചുകൊണ്ട് ഒരു 5000 പറയാൻ പറ്റിയവരുടെ പറഞ്ഞോളി, നമുക്ക് ദ്വാരം കൊടുക്കാലോ. 5000 500 ഉള്ളെങ്കിലോ ഒരു ദ്വയില്ല. 5000 ഇല്ല 500 ഉള്ളൂ, അത് പറ്റൂല. 5000 തന്നെ വേണം. 5000 പറയാനുള്ളൂ പറഞ്ഞോളൂന്നാ, നമുക്ക് ദ്വാരം കൊടുക്കാലോ. അപ്പൊ 5000 ഉള്ളവർ 5000 പറയൂലേ? അങ്ങനെ പറഞ്ഞു. അപ്പൊ അയാൾക്ക് വേണ്ടി സ്പെഷ്യൽ ദുആ. മായനാട്ട് മേലെ ചെട്ടിയാൻ വീട്ടിൽ കുഞ്ഞാമു 5000 രൂപ സംഭാവന. അൽഹംദുലില്ലാ, ഒരാളെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ കുഞ്ഞാമു എന്ന മാന്യ വ്യക്തിയുടെ ഈ സദഖ നീ സ്വീകരിക്കണേ അല്ലാ. കുഞ്ഞാമുവിന്റെ ഹൃദയം ഈ പറഞ്ഞ മഹത്വമുള്ള ഹൃദയമാക്കണേ അല്ലാ. പ്രകാശിക്കുന്ന ഈമാനും തഖ്വയും ആ മാന്യ വ്യക്തിക്ക് നൽകണേ അല്ലാ. മരണസമയം വരെ ശൈഖുനാന്റെ തർബിയത്തും ആ മാന്യ വ്യക്തിക്ക് നൽകണേ അല്ലാ. അവർക്കുള്ള സമ്പത്തിലൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അവരുടെ ഭാര്യ സന്താനങ്ങളെ വിജയികളാക്കണേ അല്ലാ. മരിച്ചവർക്ക് പൊറുക്കണേ അല്ലാ. അവർക്കും ബന്ധപ്പെട്ടവർക്കും ദീർഘായുസ് നൽകണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഉണ്ടോ? 5000 കിട്ടിയതാണ്. എത്ര എളുപ്പമാണ്. 5 മിനിറ്റ് അത് 5000, അല്ലെങ്കിൽ 2 മിനിറ്റിന് 5000.
ഇങ്ങനെ തന്റെ കയ്യിലൊരു പ്രാർത്ഥനയുണ്ട്, അതിന് 5000 റേറ്റ് ഇട്ടിട്ട് മുസ്ലിയാർ വിൽക്കുകയാണ്, കച്ചവടം ചെയ്യുകയാണ്. ഇതിവിടെ പ്രാർത്ഥനയാണെങ്കിൽ വേറെ ചില സ്ഥലത്ത് സ്വലാത്താണ്. ഇസ്ലാമിക സമൂഹം ആദരിക്കുന്ന വസ്തുക്കൾ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ കച്ചവടമാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പവിത്രതയോടെ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിന് സ്വലാത്ത് ചെയ്യുന്നുണ്ട്, മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈമാനുള്ളവരെ, വിശ്വാസികളെ, നിങ്ങളും റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ലണേ, സലാം ചൊല്ലണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചപ്പോ റസൂലുള്ളാഹിയുടെ നിഷ്കളങ്കരായ സഹാബത്ത് റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾ അങ്ങക്ക് സലാം പറയാറുണ്ട് നബിയെ, പക്ഷെ സ്വലാത്ത് ചൊല്ലേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെന്ന് പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ് സ്വലാത്ത്. ഇബ്രാഹിമി സ്വലാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ് എന്ന് തുടങ്ങുന്ന ഇബ്രാഹിമി സ്വലാത്തിന്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവിടെ മുതൽ ഇന്ന് വരെ മുസ്ലിം ലോകം അതേ ഏക സ്വരത്തിൽ സ്വലാത്ത് ചൊല്ലുകയാണ്, ഒരു തർക്കവുമില്ല. നമസ്കാരത്തിൽ നിർബന്ധമായും ആ സ്വലാത്ത് ചൊല്ലുകയാണ്. വിശ്വാസികൾ ആ സ്വലാത്ത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് കുറെ വർഷങ്ങൾ കഴിഞ്ഞ് 1400 കൊല്ലം പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് തൃശൂർ ജില്ലയിലെ നമ്മുടെ അടുത്ത പ്രദേശമായ കൂരിക്കുഴിയിലേക്ക് ഒരു മുസ്ലിയാർ വന്നത്. മൂപ്പര് ചിന്തിച്ച്, ഇത് കൊള്ളാലോടാ, ഇതിപ്പോ ആരും മാർക്കറ്റിൽ ഇറക്കിയിട്ടില്ല, ഇത് പുതിയ പ്രൊഡക്റ്റ് ആണ്. അങ്ങനെ അദ്ദേഹം ഈ പ്രൊഡക്റ്റാ പുറത്തിറക്കാൻ ശ്രമിച്ചത്. അതിനെപ്പോഴാ ടൈം? സീസൺ ടൈം ആണല്ലോ, കച്ചവടം അങ്ങനെയാണല്ലോ, എപ്പോഴും എല്ലാം നടക്കൂല. അതുകൊണ്ടൊരു സീസൺ ടൈം അതിനെ തെരഞ്ഞെടുക്കുക. ഏതാ ടൈം? ഇയാൾ ചിന്തിച്ചപ്പോ കിട്ടി എന്ത്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച ലൈലത്തുൽ ഖദ്റാകാൻ സാധ്യതയുള്ള വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 നിന്ന് 27 രാവ് പ്രത്യേകമായി തെരഞ്ഞെടുത്തിട്ട് കൂരിക്കുഴി പള്ളിയുടെ സമീപത്ത് പുതിയൊരു സ്വലാത്ത് നഗർ സൃഷ്ടിക്കപ്പെട്ടു. പാതിരാത്രിയിൽ ആളുകളെ വിളിച്ചു കൊണ്ടുവന്നു. എങ്ങോട്ട്? പാടത്തേക്ക്, പറമ്പിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു. എന്തേ റസൂലുള്ളാഹിയിൽ മാതൃകയില്ലാത്തത് കൊണ്ടാണോ? മാന്യ സഹോദരങ്ങളെ, റമദാനിൽ അവസാനത്തെ 10 എന്തു ചെയ്യണം എന്ന് റസൂലുള്ള പഠിപ്പിക്കാത്തത് കൊണ്ടാണോ സഹോദരങ്ങളെ? അല്ല. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅ്തകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമദാൻ ഹത്താ തവഫാഹു അല്ലാഹു തആല ثم തകഫ അസ്വാജുഹു മിൻ ബഅദിഹി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി തന്റെ ജീവിതകാലഘട്ടത്തിൽ റമദാനത്തെ അവസാനത്തെ 10 കഴിഞ്ഞാൽ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുകയായിരുന്നു പതിവ്. റസൂലുള്ള പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുകയായിരുന്നു പതിവ്. റസൂലുള്ള വഫാത്തായതിനു ശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ എഴുത്തിക്കാഫിരുന്നിരുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണെങ്കിൽ നമ്മുടെ ഭാര്യമാർ ജീവിതത്തിൽ എഴുത്തിക്കാഫിരുന്നിട്ടുണ്ടോ? ഇല്ല. അത് നമുക്കറിയുമോ? ഇല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരോ അവർ എഴുത്തിക്കാഫിരിക്കാറുണ്ടായിരുന്നുവെന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അത് മറ്റൊരു വിഷയമാണ്, അങ്ങോട്ട് പോവുകയല്ല. ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂല് ഇന്നതാണ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തന്നിട്ട് മുസ്ലിയാർ നേരെ വിളിച്ചു കൊണ്ടുവന്നത് എങ്ങോട്ടാണ്? പാടത്തേക്കാണ്, പറമ്പിലേക്കാണ്. എന്നിട്ട് അവിടെ ആളെ കൂട്ടുകയാണ്. എന്നിട്ട് പിരിവ് നടത്തുകയാണ്, ഫണ്ട് ശേഖരം നടത്തുകയാണ്. മാത്രമല്ല പബ്ലിസിറ്റി കിട്ടുവാൻ വേണ്ടി നാടകം നടത്തുകയാണ്. ഞാൻ പറഞ്ഞിട്ട് കുറഞ്ഞു പോകണ്ട, നേരെ മറിച്ച് മുസ്ലിയാക്കൾ തന്നെ ഇത് പറയട്ടെ. ഞാൻ ഓർക്കട്ടെ, ഒറ്റക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. കൂലിക്കുഴിത്തങ്ങൾ നിങ്ങൾ കേട്ടിരിക്കില്ലേ? കൂലിക്കുഴിത്തങ്ങൾ ആരാണ്? ഈ കൂലിക്കുഴിത്തങ്ങൾ ആരാണ്? സ്വലാത്ത് നഗർ ഫസ്റ്റ് ആരംഭിച്ച തൃശ്ശൂർ ജില്ലയിൽ ഈ കൂലിക്കുഴിത്തങ്ങൾ സ്വലാത്ത് ഇങ്ങനെ ആള് കൂടി വന്നു. ഇങ്ങനത്തെ കറാമത്താ, ഇമ്മാതിരി കറാമത്ത്. എങ്ങനെയാ പൊളിഞ്ഞത്? കറാമത്ത് പിടിച്ചു ആൾക്കാർ. എങ്ങനെ കറാമത്ത് പിടിച്ചത്? കൊല്ലത്ത് നിന്ന് ഒരു നാടകശാലയിൽ സ്ഥിരമായി അഭിനയിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അഭിനയിക്കാൻ കഴിയും 2000 രൂപ കൊടുത്ത് അംഗവൈകല്യം ബാധിച്ച നിലയിൽ ഇയാൾ സ്വലാത്ത് നഗറിൽ കൊണ്ടുവന്നിരുത്തി. ഇയാളെങ്ങനെ കൊക്കുചാടി വരിക? നാടകത്തിൽ അഭിനയിക്കുന്ന ആ വിദഗ്ധൻ വേണ്ട, റുപ്പ കിട്ടുന്ന കാര്യമല്ലേ? അയാൾ അംഗവൈകല്യത്തോടെ മുമ്പിൽ വന്നിരുന്നിട്ട്
സ്വലാത്തിൽ കൂടി ദുആക്ക് പങ്കെടുത്തു, അംഗവലത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന അക്കുവാകാൻ. ഇയാൾ ആ സദസ്സിൽ വന്നിരുന്ന ആൾക്കാർ കണ്ടിരുന്നു. ദുആ കഴിഞ്ഞപ്പോൾ ഇയാളെ കാലിന് നേരെയായി ഇയാളുടെ ആരോഗ്യത്തോട് എണീറ്റ് ഓടാൻ തുടങ്ങിയ സദസ്സിൽ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, ഒരു 100 ശുക്ർ. നമ്മുടെ സ്വലാത്ത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ അംഗവൈകല്യം തത്സമയം സുഖപ്പെട്ടിരിക്കുന്നു. ഇത് ആളുകൾ പിടിച്ചു. ഇയാളെ കയ്യോട് കൂടി പിടികൂടിക്കൊണ്ട് യാഥാർത്ഥ്യം ജനസമൂഹത്തിൽ ബോധ്യപ്പെട്ടപ്പോൾ ആ മഹൽ നിന്ന് പുറത്താക്കി ഈ സ്വലാത്തിന്റെ പേരുള്ള ചൂഷണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കണ്ടോ, ചുരുക്കി പറഞ്ഞിട്ട് ഇത്ര ഉണ്ടെങ്കിൽ കൂട്ടി പറഞ്ഞ ഉണ്ടാവും, ദീർഘിപ്പിച്ച് എത്ര പറയണ്ടാവും അല്ലേ? അപ്പോ റമദാൻ മാസത്തിലാണ് കൊല്ലത്ത് നാടക നടനെ കൊണ്ടുവന്നു എന്നാ പറഞ്ഞത്. നമ്മൾ പറഞ്ഞല്ല, മുസ്ലിയാക്കൾ തന്നെ പറഞ്ഞതാണ്. 2000 റേറ്റ് നിശ്ചയിച്ചിട്ട് നാടക നടനെ കൊണ്ടുവന്നു. കുറച്ചു നേരം അഭിനയിക്കണേന് 2000 നാടക നടന് കൊടുക്കണമെങ്കിൽ മൂലർക്ക് എത്ര കിട്ടണമെങ്കിൽ ചിന്തിക്കണോ? അപ്പൊ 2000 രൂപ കൊടുത്തിട്ട് നാടക തന്നെ കൊണ്ടുവന്ന് കാല് വളഞ്ഞ് അയാൾ സ്റ്റേജിലേക്ക് കയറി വന്നു എന്നാ. എന്നിട്ട് അവിടെ പൈസ കൊടുത്തു, കാലിന്റെ അസുഖം മാറി കാല് നേരെയായി ഇറങ്ങി ഓടുകയാണ്. കാല് ശരിയായി, കാല് വളഞ്ഞവന്റെ കാല് ശരിയായി, എല്ലാവരും ഞെട്ടി. കാലിന് മെഡിക്കൽ കോളേജൊക്കെ അടച്ചുപൂട്ടേണ്ടി വരും, മുഴുവൻ ഹോസ്പിറ്റലും അടിച്ചു പൂട്ടേണ്ടി വരുമല്ലോ. അപ്പൊ ഈ രൂപത്തിൽ പ്രത്യേകമായ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ സ്വാഭാവികമായും ആകെ പ്രശ്നമായി, ആളുകൾ ചർച്ചയായി. അങ്ങനെ കാല് ശരിയായിട്ട് ഇയാൾ ഇങ്ങനെ പോകുമ്പോ ചില ചെറുപ്പക്കാർക്ക് സംശയമായി, പടച്ചോൻ ഈ കാല് ശരിയായിട്ടുണ്ടോ, ഇനി അതല്ല നാട്ടിൽ വീട്ടിൽ ചെല്ലുമ്പോൾ വീണ്ടും പഴയതുപോലെ ആകോ എന്ന് സംശയം തോന്നിയിട്ട് ആളുകൾ പിടിച്ചിട്ട്, ചെറുപ്പക്കാർ പിടിച്ചിട്ട് ശരിയായോ എന്ന് അറിയാൻ വേണ്ടി തിരിച്ചൊക്കെ നോക്കി. അങ്ങോട്ടൊന്ന് തിരിച്ച് ഇങ്ങോട്ടൊന്ന് തിരിച്ച്, ശരിയായോ, ഇനി അതെല്ലാം കേട് വരുമോ എന്ന് അറിയാൻ വേണ്ടി തിരിച്ചു നോക്കിയപ്പോ ഇയാൾ പറഞ്ഞു, വേണ്ട വേണ്ട, ഇനി തിരിക്കല്, ഞാനൊരു പാവം നാടക നടന്ന ഉസ്താദ് പറഞ്ഞിട്ട് വന്നതാ, 2000 കിട്ടും എന്നത് കൊണ്ട് വന്നതാണ്. മാന്യ സഹോദരൻ, എന്താണ് ഈ വിൽക്കുന്നത്? എവിടെയാണ് ഈ ഇടപെടുന്നത്? എവിടെ കയറിയാണ് കളിക്കുന്നത്? അള്ളാഹുവിന്റെ മതത്തിലാ, റബ്ബിന്റെ മതത്തിലാ. ഇവിടെ ഇടപെടാൻ ആർക്കെങ്കിലും അവകാശമുണ്ടോ? മാന്യ സഹോദരങ്ങളെ, ദീനിൽ കയറി കളിക്കാൻ ഏതെങ്കിലും ഒരാൾക്ക് അവകാശമുണ്ടോ? ഒരക്ഷരം കൊണ്ട് ദീനിനെ മാറ്റിമറിക്കാൻ ഒരാൾക്ക് അവകാശമുണ്ടോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ റസൂൽ അത് പഠിപ്പിക്കുകയാണ്. മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് എന്നോട് പറയുകയാണ്, മോനെ, ഇദാ അതൈത മൽജഅക, നീ വീട്ടിൽ ചെന്നിട്ട് നിന്റെ വിരിപ്പിലേക്ക് ചെന്നാൽ, ഫതവല്ല വുദൂഅക ലിസ്വലാ, മോനെ, നീ വെറുതെ നേരെ ആ വിരിപ്പിലേക്ക് പോയി കിടക്കരുത്. നേരെ മറിച്ച് കിടക്കുന്നതിന് മുമ്പ് നീ നിന്റെ അംഗശുദ്ധി വരുത്തണം, വൃത്തിയായി വുദൂ എടുക്കണം. നമസ്കാരത്തിന് വുദു എടുക്കുന്നത് പോലെ വുദു എടുക്കണം. എന്നിട്ട് വിരിപ്പിലേക്ക് ചെന്നിട്ട് സുമ്മൽ തജി അലാ ശിക്കിക്കൽ ഐമൻ, മലന്നങ്ങ് വീഴുകയല്ല, നേരെ മറിച്ച് വലതുഭാഗം ചരിഞ്ഞു വേണം മോനെ ആദ്യം കിടക്കാൻ. വലതുഭാഗം കൊണ്ട് കിടക്കണം. എന്നിട്ട് നീ പറയണം, വഖുൽ, നീ പറയണം, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ളഹരി ഇലൈക റഹ്ബതൻ വറഗ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജഅ ഇല്ലാ വലാ മൻജഅ മിൻക ഇല്ലാ ഇലൈക ആമന്തു ബികിതാബിക്കല്ലദീ അൻസൽത വബിനബിയിക്കല്ലദീ അർസൽത എന്ന് നീ പറഞ്ഞിട്ട് വേണം മോനെ കിടക്കാൻ. എന്നിട്ട് ആ കിടപ്പ് നീ കിടന്നിട്ട് ഫൈൻ മുത്താലൽ ഫിത്ര, ഫൈൻ മുത്താലൽ ഫിത്ര, ആ കിടപ്പിൽ കിടന്നുകൊണ്ട് നീ മരിച്ചാൽ ശുദ്ധ പ്രകൃതിയിൽ നീ മരിക്കും മോനെ. അഥവാ ഒരു കുട്ടി മരിച്ചാൽ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിലായിരിക്കും നിന്റെ മരണം മോനെ. ഫജഅൽഹുന്ന ആഖിറ മാ തഖൂൽ, ഒരു ദിവസത്തിൽ അവസാനമായി നീ പറയുന്ന വാചകം ഈ വാചകമായിരിക്കണം മോനെ എന്ന് മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ സഹാബി അപ്പോൾ തന്നെ അത് ഹൃദയസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം കാണാതെ പഠിച്ചു എന്നുറപ്പ് വരുത്തിയിട്ട് റസൂലുള്ളാഹിയോട് പറയുന്നു, നബിയെ, ആ വാചകം ഒന്ന് ഞാൻ താങ്കൾക്ക് പറഞ്ഞു കേൾപ്പിക്കാം, എന്റെ വാചകത്തിൽ തെറ്റുണ്ടോ എന്ന് അങ്ങൊന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ട് ആ വാചകം ഇങ്ങനെ പറയുകയാണ്, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക എന്ന് തുടങ്ങുന്ന ആ വാചകം ഇങ്ങനെ പറഞ്ഞു അവസാനം ആ സഹാബി പറയാണ്, ആമന്തു ബികിതാബിക്കല്ലദീ അൻസൽത വബിനബിയിക്കല്ലദീ അർസൽത എന്ന് പറയേണ്ടടുത്ത് ഈ സഹാബി നബി എന്ന് പറയേണ്ടതിന് പകരം വബി റസൂലിക്കല്ലദീ അർസൽത എന്ന് പറഞ്ഞുപോയി. നബിയും റസൂലും ചർച്ചയാണ് ചില ഗ്രന്ഥങ്ങളിൽ. ആ ചർച്ച ചെയ്യപ്പെടുമ്പോൾ പല പണ്ഡിതന്മാരും പറയുന്നത് നബി എന്ന് പറയുന്നതിനേക്കാളും ഉയർന്ന വാക്കാണ് റസൂൽ, ആശയപരമായി ഉയർന്ന വാക്കാണ് റസൂൽ. ഇവിടെ ഈ സഹാബി പറഞ്ഞത് അങ്ങനെ, നബി വബിനബിക്കല്ലദീ അർസൽത എന്ന് പറയേണ്ടതിന് പകരം ഇദ്ദേഹം പറഞ്ഞു വബി റസൂലിക്കല്ലദീ അർസൽത എന്ന് പറഞ്ഞു പോയി.
ഉടൻ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ ലാ ലാ, മോനെ അങ്ങനെയല്ല, വബി റസൂലിക്കല്ലദീ അർസൽത എന്നല്ല, നേരെ മറിച്ച് വബി നബിയിക്കല്ലദീ അർസൽത, നബിയിക്കല്ലദീ അർസൽത എന്ന് തന്നെ പറയണം. കാരണം നബി എന്ന് പറയപ്പെട്ടെടുത്ത് പഠിപ്പിക്കപ്പെട്ടെടുത്ത് റസൂൽ എന്ന് മാറ്റാൻ എനിക്ക് അവകാശമില്ല, നിനക്ക് അവകാശമില്ല. കാരണം വമാ യന്ദിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യൂഹാ, ഇത് തന്നിഷ്ടപ്രകാരം എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ സമർപ്പിച്ച തിർശീസല്ല മോനെ ഇത്, നേരെ മറിച്ച് ഇത് അല്ലാഹുവിന്റെ വഹയാണ്, റബ്ബിന്റെ വഹയാണ്. ആ വഹിയിൽ മാറ്റം വരുത്താൻ എനിക്ക് അവകാശമില്ല, നിനക്ക് അവകാശമില്ല, ഒരക്ഷരം തിരുത്താൻ പോലും നമുക്ക് അവകാശമില്ല. അങ്ങനെ മാറ്റിയാൽ അത് സ്വീകരിക്കാൻ ഒരാൾക്കും ബാധ്യതയും ഇല്ല. ഇത് അല്ലാഹുവിന്റെ റസൂൽ കൃത്യമായി പഠിപ്പിക്കണം. അതുകൊണ്ട് ഏറ്റവും വലിയ തിന്മകൾ, ആ തിന്മകൾ എണ്ണുമ്പോ വ്യക്തമായി മനസ്സിലാക്കണം, കുഫ്ർ കഴിഞ്ഞാൽ പിന്നുള്ള തിന്മ ബിദ്അത്താണ്. മതത്തിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന പുതുതായി ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന കാര്യങ്ങൾ അതാണ്. എന്ത് തിന്മകളിൽ വലിയ തിന്മ കുഫ്ർ കഴിഞ്ഞാലുള്ള തിന്മ അതാണ്. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ കള്ളുകുടിക്കുന്നതിനേക്കാളും വലിയ തിന്മ ബിദ്അത്താണ്. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ കള്ളുകുടിക്കുന്നതിനേക്കാൾ വലിയ തിന്മ അത് ബിദ്അത്താണ്, സംശയമില്ല. അറിയപ്പെട്ട ഒരുപാട് പാപങ്ങളുണ്ട്. ഒരാൾ പലിശക്ക് കൊടുക്കുന്നവനാണ്, പലിശയുമായി ബന്ധപ്പെടുന്നവനാണ്, പലിശ ഗൗരവമുള്ളതാണ്, മദ്യപാനം ഗൗരവമുള്ളതാണ്, അതുപോലെ തന്നെ വ്യഭിചാരം ഗൗരവമുള്ളതാണ്. പക്ഷേ അതിനേക്കാൾ വലിയ തിന്മ, അതിനേക്കാൾ വലിയ തെറ്റ് ബിദ്അത്താകുന്ന തെറ്റാണെന്ന് ഞാൻ പറയുമ്പോ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ അകന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകാം, ഈ CD ഇറങ്ങിയാൽ ഒരു ക്ലിപ്പ് ഉറപ്പായി, ഈ CD ഇറങ്ങിയാൽ ഒരു ക്ലിപ്പ് ഉറപ്പായി എന്ന് അകന്ന് നിന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ അതേ എന്റെ ക്ലിപ്പല്ല ഞാൻ പറയുന്നത്, നേരെ മറിച്ച് ഒരു മുസ്ലിയാർ തന്നെ ഈ കാര്യം പറയുന്നു, കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ഗസാലി തന്റെ അഖീദയെ സംബന്ധിച്ച് സംസാരിച്ച ഭാഗത്ത് കാണാം, മിൻഹാജുൽ ആബിദീനിൽ വലിയ കുറ്റമാണ് കുഫ്ർ. അല്ലാഹു തആല നമ്മളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒന്നാമത്തെ വൻകുറ്റം കുഫ്റാണ്. രണ്ടാമത്തേത് ഏതാ? ഈ സദസ്സിനോട് ചോദിച്ചാൽ, ഒരു മുസ്ലിമിനോട് ചോദിച്ചാൽ അവൻ പറയും കള്ളു കുടിക്കല്, വ്യഭിചരിക്കല്, അതുപോലുള്ള വൻകുറ്റങ്ങൾ വലിയ കുറ്റം തന്നെയാണ്. പക്ഷെ അതല്ല രണ്ടാമത്തെ സ്റ്റേജ്. രണ്ടാമത്തെ വൻകുറ്റം അൽ ബിദ്അത്തു, ബിദ്അത്താണ്. കണ്ടോ, രണ്ടാമത്തെ വൻകുറ്റം അൽ ബിദ്അത്തു, ബിദ്അത്താണ്. മദ്യപാനം തെറ്റാണ്, വ്യഭിചാരം തെറ്റാണ്. പക്ഷെ ആ വ്യഭിചാരത്തെക്കാൾ വലിയ തെറ്റ് ബിദ്അത്താകുന്ന തെറ്റാണ്. ഇത് പണ്ഡിത ലോകം അംഗീകരിച്ചതാണ്, പണ്ഡിത ലോകം പറഞ്ഞതാണ്. മഹാനായ സുഫ്യാൻ സൂരി റഹിമഹുല്ലാഹ് തന്നെ പറഞ്ഞത്, തീർച്ചയായും അത് ഇന്നൽ ബിദ്അത ഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ. അറിയപ്പെട്ട മാസിയത്തുകളുണ്ട്, ഏതുപോലെ മദ്യപാനം പോലെ, വ്യഭിചാരം പോലെ, പലിശ പോലെ അറിയപ്പെട്ട ആ പാപത്തെക്കാൾ പിശാചിന് ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം ഒരാൾ ബിദ്അത്ത് ചെയ്യലാണ്. ഒരാൾ ബിദ്അത്ത് ചെയ്യലാണ്. കാരണം അതിന് കാരണമുണ്ട്. അന്നൽ ബിദ്അത ലാ യുതാബു മിൻഹാ, ഒരാൾ ബിദ്അത്ത് ചെയ്താൽ തൗബ ചെയ്യൂല. അതാ പ്രശ്നം. കാരണം ഇത് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് മുഴുവൻ ചെയ്യല്, നല്ലതാണെന്ന് കരുതിയിട്ടാണ് ഇത് ചെയ്യല്. അതുകൊണ്ട് ബിദ്അത്തുകാരൻ തൗബ ചെയ്യൂല. പടച്ചോനെ ഞാൻ ബിദ്അത്ത് ചെയ്തു പോയി പുറത്തുതാ എന്ന് പറയൂല. നേരെ മറിച്ച് ഇവൻ നടത്തുന്ന മുഴുവൻ കാര്യങ്ങളും ഈ ബിദ്അത്തുകളും ദീനിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചിട്ടാ ചെയ്യുന്നത്, സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടാ ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ തൗബ ചെയ്യൂല. എന്നാൽ വൽമഅസിയ, ഒരാൾ കുറ്റകരമായ അറിയപ്പെട്ട പലിശ പോലെ, വ്യഭിചാരം പോലെ, അതുപോലെ മദ്യപാനം പോലെയുള്ള പാപങ്ങൾ ചെയ്താലോ ജീവിതത്തിന്റെ മറ്റേതെങ്കിലും അവസരത്തിൽ അയാൾക്ക് കുറ്റബോധം ഉണ്ടായി എന്ന് വരാം. അങ്ങനെയാണ് അത്തരത്തിലുള്ള പാപത്തിന്റെ പ്രത്യേകത. കള്ളുകുടിക്കുന്നവൻ മനസമാധാനത്തോടെ കള്ളുകുടിക്കൂല, വ്യഭിചരിക്കുന്നവൻ മനസമാധാനത്തോടെ വ്യഭിചരിക്കൂല, പലിശക്ക് കൊടുക്കുന്നവൻ മനസമാധാനത്തോടെ പലിശക്ക് കൊടുക്കൂല. മനസ്സിനിങ്ങനെ കുത്തുണ്ടായിക്കൊണ്ടിരിക്കും എപ്പോഴും. അതുകൊണ്ട് തൗബക്കുള്ള ചാൻസ് കൂടുതലാണ്, ബിദ്അത്തുകാരന് തൗബക്കുള്ള മനസ്സുണ്ടാവൂല. അതുകൊണ്ട് അറിയപ്പെട്ട മദ്യപാനം പോലെ, വ്യഭിചാരം പോലെയുള്ള തിന്മകൾ ആളുകൾ ചെയ്യുന്നതിനേക്കാൾ ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം അയാൾ ബിദ്അത്ത് ചെയ്യലാണ്, ബിദ്അത്ത് ചെയ്യലാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ദീൻ, റബ്ബിന്റെ ദീനിന്റെ പ്രത്യേകത പ്രമാണമില്ലാത്തത്, തെളിവില്ലാത്തത് സ്വീകരിക്കൂല. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. അതാണ് കണ്ടത് കേട്ടത് കാല കൈല, അയാൾ പറഞ്ഞു, അങ്ങനെ പറയപ്പെട്ടു, റുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, അങ്ങനൊന്നും സ്വീകരിക്കൂല. ഇസ്ലാമിലേക്ക് ചേർക്കപ്പെടുന്നത്, ദീനിലേക്ക് ചേർക്കപ്പെടുന്നത് വ്യക്തമായ പ്രമാണമുള്ളതാകണം.
തെളിവുള്ളതാകണം. റസൂലുള്ളാഹിയിലേക്ക് ചേർക്കപ്പെടുന്നതിന് കൃത്യമായ തെളിവ് വേണം, കൃത്യമായ രേഖ വേണം. അതെന്താകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നൊരു വാക്കാകട്ടെ, നബിയിൽ നിന്നൊരു വാക്ക് വന്നു കിട്ടലാകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തൊരു പ്രവർത്തനമാകട്ടെ, നബിയിൽ നിന്നുള്ള ഒരു ആസാറാകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നു കിട്ടുന്ന ഏത് കാര്യമാകട്ടെ, അതിന് കൃത്യമായ തെളിവുണ്ടെങ്കിലേ മുസ്ലിം സമൂഹം സ്വീകരിക്കേണ്ടതുള്ളൂ, മുസ്ലിം ലോകം അംഗീകരിക്കേണ്ടതുള്ളൂ. അത് ഇസ്ലാമിന്റെ നിയമമാണ്. ലോകത്ത് പാലിക്കപ്പെട്ട നിയമം, പാലിക്കേണ്ട നിയമം, അങ്ങനെ സംരക്ഷിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. ഇത് നമ്മൾ പറയുമ്പോ പലപ്പോഴും പലരും പറയും അത് എപ്പോഴും മുജാഹിദുകൾ അങ്ങനെയാണ്, എന്ത് പറഞ്ഞാലും സനതുണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ, പരമ്പരയുണ്ടോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അത് മുജാഹിദുകൾക്കുള്ളതാണ് എന്ന് ചിലരെങ്കിലും സംശയിക്കും. എന്നാൽ നമുക്ക് മാത്രമല്ല, അത് ഇസ്ലാമിക ലോകം അംഗീകരിച്ചതാണ് എന്നതിന്റെ തെളിവ് നിങ്ങൾ കേട്ടോളൂ. ഇനി അങ്ങനെ ഒരു മുടി വന്നാൽ, ഒരു മുടി വന്നെത്തിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ സനത് ചോദിക്കാൻ പാടില്ല. പറഞ്ഞ് സ്വീകരിച്ചു കൊള്ളണമെന്ന് പറഞ്ഞാൽ അത് കാരന്തൂരിൽ പോയി പറഞ്ഞാൽ മതി. അത് നടക്കൂല. നബി തങ്ങളതാണെന്ന് പറഞ്ഞ ഒരു വാക്ക് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഇമാം ബുഖാരി തങ്ങൾക്ക് പറഞ്ഞാൽ മതി, തങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇമാം ബുഖാരിനെ ആരാണെന്ന് ചരിത്രം അറിയാം. അഹമ്മദിന്റെ ചരിത്രമല്ല, അബൂബക്കറിന്റെ ചരിത്രമല്ല, ഇമാം ബുഖാരിന്റെ ചരിത്രം. ആ ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞാൽ മതി, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞങ്ങൾ കേട്ടാൽ മതി എന്ന് പറഞ്ഞാൽ പോലെ. എന്തിനാ ഈ സനത് ഇത്രയേറെ വിഷമിച്ചുണ്ടാക്കുന്നത്? ഒരാള് ഇടത്ത് ഭാഗത്ത് തുപ്പലിന് പകരം വലത് ഭാഗത്തേക്ക് തുപ്പിയ ആളുടെ പോലും അയാളെ ഈ സനദിലേക്ക് സ്വീകരിക്കപ്പെടുകയില്ല. എന്നിട്ടല്ലേ കളവും 100 കളവും 1000 കളവും പറയുന്നയാളെ സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വീകരിക്കപ്പെടാത്ത രീതിയിൽ വളരെ ശക്തമായ സനദിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വാക്ക്, നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന ഒരു വാക്ക് അതിശക്തമായ സനദിലൂടെ സ്ഥാപിക്കപ്പെടുകയാണ്. അക്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ പറ്റാത്തയാളാണെങ്കിൽ, വളരെ ചെറിയ നിലയിൽ എന്തെങ്കിലും മുഴഫിന്റെ ഇല്ലത്തുണ്ടെങ്കിൽ അയാളെ തള്ളി ഹദീസ് സഹിയാണെങ്കിൽ പോലും സ്വീകരിക്കപ്പെടുകയില്ല. ഇതെല്ലാ കാര്യത്തിലും നിങ്ങൾ തന്നെ ഹദീസ് പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ ഈ ഇടയ്ക്കുള്ളയാൾ മോശക്കാരനായാൽ ആ സനദ് ശരിയല്ലാത്തത് കൊണ്ട് ആ ഹദീസ് സ്വീകരിക്കപ്പെടുകയില്ല. സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കണം, ലൈഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ പറയാത്ത ഹദീസ് എന്നല്ല അർത്ഥം. മറിച്ച് നബിതങ്ങൾ പറഞ്ഞു എന്ന് പറയുന്ന ആളുകളുടെ പരമ്പരയിൽ ഒരാൾ മോശക്കാരനുണ്ട്, ചെറിയ മോശം എന്തെങ്കിലും മതി, എന്നാൽ ആ ഹദീസ് സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ്. അങ്ങനെ അത്ര കണിശമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിന് സനത് വേണം. എന്നിട്ടല്ലേ ഷാർ മുബാറക്കിന് സനത് ചോദിച്ചാൽ പൊറുതികേട് കാണിക്കേണ്ട ആവശ്യം? ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആർക്കും എന്തും പറയാം. നാളെ ഞാനൊരു മോതിരം കൊണ്ടുവരിക, മോതിരം കൊണ്ടുവന്നിട്ട് നിങ്ങളോട് പറയുന്നു, സഹോദരന്മാരെ, ഇന്നലെ ഞാൻ രാത്രി സ്വപ്നം കണ്ടു, നബി തങ്ങളെ സ്വപ്നം കണ്ടു, ദാ ഈ മോതിരം എനിക്ക് സ്വപ്നത്തിൽ തന്നതാണ്. എന്താ പറഞ്ഞൂടെ? സ്വപ്നത്തിന്റെ കള്ളക്കഥകൾ പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് എന്തായാലും പറഞ്ഞൂടെ? ഇത് എല്ലാം പറയാമെന്ന സ്ഥിതി വന്നാൽ ആർക്കും എന്തും പറയാം. പണ്ട് മത്തിക്കച്ചവടക്കാരൻ മത്തി ഇങ്ങനെ വെച്ച് വിൽക്കുകയാണ് പോലും ഏതോ നാട്ടിൽ. ഇത് അങ്ങനെ പറയപ്പെടുന്ന ഒരു കഥയാണ്. ഇനി അതിന് തെളിവ് കേൾക്കണ്ട. മത്തിക്കച്ചവടക്കാരൻ മത്തി ഇങ്ങനെ വിൽക്കുക. അപ്പുറത്ത് ചെമ്മീനുണ്ട്, അതിന്റെ അപ്പുറം മുള്ളനുണ്ട്, അതിന്റെ അപ്പുറം ആവോലി അയക്കൂരൊക്കെ ഉണ്ട്. എല്ലാരും ആവോലി അയക്കൂരിയും ചെമ്മീനും ഒക്കെ വാങ്ങി പോവാ. വന്ന സമയം വൈകി മത്തി കച്ചവടം നടന്നിട്ടില്ലെങ്കിൽ പറ്റൂല. അപ്പൊ മൂപ്പര് മന്നക്കല മത്തി ബഹുവ മിൻ ഉമ്മത്തി, ആരെങ്കിലും മത്തി തിന്നാൽ എന്റെ ഉമ്മത്തിപ്പെട്ടതാണെന്ന് നബി തങ്ങൾ പറഞ്ഞു എന്നങ്ങ് പറഞ്ഞു. മത്തി ചെലവായി പോലും. ഇങ്ങനെ ആയിക്കൂടെ? സനത് വേണ്ടല്ലോ. സനത് ചോദിക്കുന്നതിന് എന്ത് പൊറുതികളാ? ഉപ്പാന്റെ സനത് ചോദിച്ചോ ഉമ്മാന്റെ സനത് ചോദിച്ചോ എന്നാ ചോദിക്കുന്നത്. കണ്ടോ? അപ്പോ ഇസ്ലാമിലൊരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ വെറുതെ അങ്ങ് സ്ഥിരപ്പെടൂല. നിരമറിച്ചതിന് കൃത്യമായ പരമ്പര വേണം, കൃത്യമായ തെളിവ് വേണം. ആ തെളിവുള്ളതേ സ്വീകരിക്കുള്ളൂ. അല്ലെങ്കിൽ ഓരോരുത്തരും അവനനുസരിച്ചിട്ട് ഹദീസ് ഉണ്ടാക്കും, അവനവനെ തോന്നിയതുപോലെ ആയത്തുണ്ടാക്കും. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൽ. ഞാൻ അങ്ങോട്ട് പോകല്ല, വിഷയം അതല്ലാത്തത് കൊണ്ട്. ഓരോരുത്തർക്ക് തോന്നിയതുപോലെ ഹദീസും തോന്നിയതുപോലെ ആയത്തും അതുപോലെ പലതും കൊണ്ടുവന്ന് റസൂലുള്ളാഹിയിലേക്ക് ചേർത്തും അങ്ങനെ പലതരത്തിലുള്ള തട്ടിപ്പും നടത്തും. അതുകൊണ്ട് ഇസ്ലാം സുരക്ഷിതമാണ്. എന്തുകൊണ്ട്? ബിൽ അസാനീദ്, സനദുകൾ കൊണ്ട്. അതുകൊണ്ടാണ് അറബി ലോകത്ത് നമുക്കറിയാം, ഇസ്ലാമിക ലോകത്ത് റിജാലിന്റെ ഗ്രന്ഥങ്ങളുണ്ട്.
പ്രൗഢമായ ഇസ്ലാമിക ലോകത്തെ ഗ്രന്ഥങ്ങൾ, ഓരോ ഹദീസിൽ വന്ന ആളുകളെ സംബന്ധിച്ചും വ്യക്തമായി അവരുടെ ഹിസ്റ്ററി രേഖപ്പെടുത്തപ്പെട്ട വലിയ പ്രൗഢമായ ഗ്രന്ഥങ്ങൾ ലോകത്ത് ഓറിയന്റലിസ്റ്റുകളെ പോലും അത്ഭുതപ്പെടുത്തിയ ആ ചരിത്രം ഇസ്ലാമിക ലോകത്ത് നിലനിൽക്കുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത്, കേരളത്തിൽ നമ്മൾ കാണുന്നത്, എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരിക, ഒരു ചരക്ക് കൊണ്ടുവരിക, നബിയിലേക്ക് അത് ചേർക്കുക, എന്നിട്ട് കാര്യം എവിടുന്നാ കിട്ടിയത്, ഇതെങ്ങനെയാ കിട്ടിയത്, അത് സ്വപ്നത്തിൽ കിട്ടിയതാണ്, അല്ലെങ്കിൽ സ്വപ്നം കണ്ടതാണ്, ഒറ്റടിയാ. സ്വപ്നത്തിന് എളുപ്പവഴി ഉണ്ട്, പക്ഷെ എന്താണ്, സാക്ഷി വേണ്ട. ഞാൻ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞാൽ സാക്ഷി ഉണ്ടാവും. എന്റെ സ്വപ്നത്തിന് നീ സാക്ഷി നിൽക്കൂ ഇല്ലല്ലോ. അതാണ് സ്വപ്നത്തിന്റെ പ്രത്യേകത. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് സ്വപ്നത്തിന് പോലും സാക്ഷിയുള്ള സ്വപ്നം. ആ സ്വപ്നമാണ് ഇത്തരത്തിലുള്ള ആളുകൾ കൊണ്ടു നടക്കുന്നത്. എന്നിട്ട് നബിയുടെ മുടിയാണ് പോൽ, പ്രവാചകന്റെ കേശമാണ് പോൽ. നിങ്ങൾ കേട്ടോളൂ. അത് ഡൽഹിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധാറുകൾ സൂക്ഷിച്ചു വരുന്ന, ഷാജഹാൻ ചക്രവർത്തിയുടെ കാലം മുതലേ സൂക്ഷിച്ചു വരുന്ന പരമ്പരയിൽപ്പെട്ട സയ്യിദ് ബാഖിർ അഹമ്മദ് അവറുകളും ഈ സദസ്സിൽ പ്രത്യേകമായി ഹാജരായിട്ടുണ്ടെന്നും, നേരത്തെ ഇവിടെ സയ്യിദ് ബറക്കാത്തി സയ്യിദന്മാര് മുഖേന ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾക്ക് ലഭിച്ച മുടി ഇവിടെ സൂക്ഷിപ്പുണ്ടെന്നും, അതിന്റെ പുറമെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ബഹുമാനപ്പെട്ട ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട സഹാബത്ത്, അൻസാരികളായ സഹാബത്തിന്റെ ഗോത്രപരമ്പരയിൽപ്പെട്ട UAE ഗവൺമെന്റിന്റെ ഔഖാഫിലെ മന്ത്രിയായിരുന്ന മഹാനവറുകളുടെ മകനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ആ മന്ത്രി സമാഹത്തിൽ ഇമാം മുഹമ്മദ് അൽ ഖസ്റജി അവരുടെ മകൻ അഹ്മദ് മുഹമ്മദ് അൽ ഖസ്റജി അവറുകളാണ് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഉസ്താദ് അവറുകളുടെ കയ്യിലേക്ക് കൈമാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഇതേവരെ ഈ മുടി ഉസ്താദ് അവറുകളുടെ കയ്യിലേക്ക് കൈമാറാത്തതെന്നും, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദ് അവറുകളോട് ഷെയ്ഖ് അഹമ്മദ് അവറുകൾ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. കണ്ടോ? അപ്പോ സ്വപ്നത്തിന് ഞാൻ സാക്ഷി. ആര് കണ്ട സ്വപ്നത്തിന്? ഖസ്റജ് കണ്ട സ്വപ്നത്തിന്. അതെന്താ? കുറച്ചു നേരത്തെ ഉസ്താദിനോട് ആ വിവരം പറയുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു. ഒരാൾ സ്വപ്നം കണ്ട വിവരം മറ്റേയാളോട് പറയുമ്പോ ഞാൻ കേട്ടിരുന്നാൽ അത് ഞാൻ നാട്ടുകാരോട് പറയേണ്ട വല്ല കാര്യം കേട്ടോ, അത് അയാൾ കണ്ട സ്വപ്നല്ലേ. അപ്പൊ ആധികാരികത ഉണ്ടാക്കുകയാണ്. ഖസ്റജ് കണ്ട സ്വപ്നത്തിന് ഞാൻ സാക്ഷി. ഇത് സ്വപ്നം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നഖ്ല് ചെയ്യുന്നത്, നീക്കിക്കൊടുക്കുന്നത് എന്നാണ്. അത് തെളിവാക്കുകയാണ്, തെളിവ് കൊണ്ടുവരികയാണ്, ആധികാരികത കൊണ്ടുവരികയാണ്. മഹാന്റെ സഹോദരൻ, ഒരാൾ സ്വപ്നം കണ്ടാൽ അത് ദുനിയാവിന്റെ കാര്യത്തിൽ തെളിവാക്കാൻ പറ്റും, പിന്നെ ദീനിന്റെ കാര്യത്തിൽ. ഒരാൾ സ്വപ്നം കണ്ടു, ഉദാഹരണത്തിന് കാന്തപുരം മുസ്ലിയാർ സ്വപ്നം കാണുകയാണ്. എന്താ സ്വപ്നം? ഞാൻ പ്രധാനമന്ത്രി ആയിരിക്കുന്നു. മൂപ്പർ ഉറക്കത്തിൽ സ്വപ്നം കണ്ടതാണ്. ഞാൻ പ്രധാനമന്ത്രിയായിരിക്കുന്നു. നേരെ ഇവിടുന്ന് വണ്ടി എടുത്ത് അവിടെ ചെന്ന് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ചെന്നിട്ട് കോളിംഗ് ബെല്ലടിച്ച് അദ്ദേഹം വാതിൽ തുറന്ന് പുറത്തേക്ക് വരുമ്പോ ഇയാൾ പറയാ ഔട്ട്. മൻമോഹൻ സിംഗ് ഞെട്ടൂലേ, എന്ത് ഔട്ട് തന്നോടോ? അതെ, ഇനി പ്രധാനമന്ത്രി നിങ്ങളല്ല, ഞാനാകുന്ന മഹാനാകുന്നു, ഞാനാണ് പ്രധാനമന്ത്രി. അതെന്താ കാര്യം? ഇപ്പൊ ഇലക്ഷനൊന്നും നടന്നില്ലല്ലോ ഈ അടുത്ത്, എന്റെ മന്ത്രി പദവി പോകാൻ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് മൻമോഹൻ സിംഗ് ചോദിക്കുമ്പോ ഇയാൾ പറയാണ് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ട് പ്രധാനമന്ത്രിയായി. ഇത് ദുനിയാവിന്റെ കാര്യത്തിൽ പറ്റുമോ? ഒരാൾ വേറൊരാൾ സ്വപ്നം കാണുകയാണ്, എന്ത് അപ്പുറത്തെ പുരയുടെ ഞാൻ വാങ്ങി, പിറ്റേന്ന് ഞങ്ങൾ അവിടെ ചെല്ലി ആ വീട്ടിൽ എല്ലാവരും ഇറങ്ങണം, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടിട്ടുണ്ട്, ഈ പറമ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. പറ്റുമോ? ദുനിയാവിന്റെ കാര്യത്തിൽ പറ്റണോ സ്വപ്നം? ഇല്ല. പിന്നെ എങ്ങനെ ദീനിന്റെ കാര്യത്തിൽ പറ്റുക? അപ്പൊ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് ആധികാരികത വരുത്താൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, സ്വപ്നം തെളിവല്ല. ഇസ്ലാമിൽ സ്വപ്നം തെളിവല്ല. അമ്പിയാക്കന്മാരുടേതല്ലാത്ത സ്വപ്നങ്ങൾക്ക് ഇസ്ലാമിൽ ആധികാരികതയില്ല. നബിമാരുടെ സ്വപ്നം ദീനിൽ തെളിവാണ്. പക്ഷേ പ്രവാചകന്മാരല്ലാത്ത എത്ര വലിയ ആളുകളായിരുന്നാലും അവരുടെ സ്വപ്നം ദീനിൽ തെളിവല്ല. ഇത് മുജാഹിദുകളുടെ മാത്രം വാദമല്ല, കേട്ടോളൂ. നമ്മൾ ഈ ലോകത്ത് ഒരു പക്ഷേ സുഖങ്ങൾ അനുഭവിക്കും, നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ അനുഭവിക്കും. സ്വപ്നമല്ല ഇസ്ലാം. സത്യമായ റൂട്ടിലൂടെ നീങ്ങിയാൽ കാണുന്ന സ്വപ്നങ്ങൾ ഒരുപക്ഷേ സത്യമായേക്കാം. സ്വപ്നങ്ങളിലൂടെയാണോ സത്യാസത്യം വേർതിരിക്കുന്നത്? അല്ല അല്ല, സത്യമാണെന്നതിന് വേറെ തെളിവ് വേണം, എന്നിട്ട് സ്വപ്നം കാണട്ടെ. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. സ്വപ്നം വെച്ചിട്ട് കള്ളത്തരത്തെ സത്യമാക്കാൻ നാം നോക്കരുത്. അത് നമുക്കും പറയാനുള്ളത്, സ്വപ്നം വെച്ചിട്ട് കള്ളത്തരത്തെ ശരിയാക്കാൻ നോക്കരുത്. ഒരിക്കലും സ്വപ്നം കൊണ്ട് ഒരിക്കലും ഒരു കള്ളത്തരവും ശരിയായി മാറുകയില്ല.
അല്ലെങ്കിൽ ഒരാൾ സ്വപ്നം കണ്ടതിനനുസരിച്ച് സംഭവങ്ങൾ നടക്കണമെങ്കിൽ ഉറപ്പിക്കുക ആ കണ്ടത് ശരിയായിരുന്നു. നേരെ മറിച്ച് ഇവിടെ നബി പറഞ്ഞു അത്രേ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ പറയുന്ന ആളാകട്ടെ ഉറക്കം നോക്കിയ മൂപ്പര് സ്വപ്നം കാണാനുള്ള ഈ പറഞ്ഞത് അത് വേറൊരു വിഷയമാണ്. ഞാൻ ഇപ്പൊ പറയുന്നില്ല. അത് വേറൊരു CD ഇറങ്ങുന്നുണ്ട്, പകരയുടെ സ്വപ്നവും പേരോടിന്റെ ദുഃഖവും. അത് നിങ്ങൾ വിശദമായി കണ്ടാൽ ഇദ്ദേഹത്തിന്റെ സ്വപ്ന കഥകൾ അവിടെ കൂടുതൽ വിശദീകരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ രൂപത്തിൽ സ്വപ്നം തെളിവല്ല. എന്നിട്ട് സ്വപ്നം കണ്ടത്രേ ഇത് കാന്തപുരത്തിനെ മുടി കൊടുക്കാൻ റസൂലുള്ള സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത് എന്നാ. എന്താ ഈ മുടി? അതിന് മുമ്പ് വേറൊരു മുടി ഉണ്ടായിരുന്നു, ബറക്കാത്തി കുടുംബത്തിന് കിട്ടിയതാണ് പോലും. ബറക്കാത്തി കുടുംബത്തിന് കിട്ടിയതാണ് പോലും. ഇവിടെ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള ആളുകൾക്ക് റസൂലുള്ളയോടുള്ള മുടി, ആ മുടിയുടെ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് ചെയ്യണമെന്ന് ഒരാളും വിചാരിക്കരുത്. റസൂലുള്ളയുടെ മുടിക്ക് പ്രത്യേകതയുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ആസാറുകൾക്ക് പ്രത്യേകതയുണ്ട്. മുജാഹിദുകൾ അംഗീകരിക്കുന്നവരാണ് അതൊക്കെ മുജാഹിദുകൾ അംഗീകരിക്കുക. മുഹമ്മദ് നബിയുടെ ശരീരം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ശരീരം പോലെയല്ല. റസൂലുള്ളാന്റെ ആസാറുകളെ കൊണ്ട് റസൂലുള്ളാന്റെ സഹാബത്ത് ബർക്കത്തെടുത്തിരുന്നു, ഒരു സംശയമില്ല. ഇസ്ലാമിന്റെ ആദ്യഘട്ടത്തിൽ നമുക്കറിയാം വളരെ ശക്തമായി തന്നെ സഹാബത്ത് ഇടപെടുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രത്തോളം മോശമാക്കി ചിത്രീകരിക്കുന്നുവോ അതിന്റെ ഇരട്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് നബിയോടുള്ള ഹുബ്ബ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. സംശയമില്ല, യാതൊരുവിധ സംശയവുമില്ല. എത്രത്തോളം അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമനീര്, ആ ഉമനീര് പോലും സ്വന്തം കരങ്ങൾ കൊണ്ട് സഹാബത്ത് ഏറ്റുവാങ്ങിയിട്ട് അത് ശരീരത്തിൽ പുരട്ടുമായിരുന്നു. വുളൂഇന്റെ അവയവങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളം സഹാബത്ത് ശേഖരിക്കുമായിരുന്നു, അത് ശരീരത്തിൽ പുരട്ടുമായിരുന്നു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കൊണ്ട് അവർ ബർക്കത്തെടുക്കുമായിരുന്നു, സംശയമില്ല. എന്നാൽ ഇതെല്ലാം ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ റസൂൽ വളരെ വ്യക്തമായി അവർക്ക് പഠിപ്പിച്ചു കൊടുത്തൊരു കാര്യമുണ്ട്. എന്താ കാര്യമെന്നറിയുമോ? ഒരിക്കൽ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ തവല്ലഅ ഔ തനഖമ ഇബ്തദറു നുഖാമതഹു വവദൂഅഹു ഫമസഹു ബിഹാ വുജൂഹഹും വജുലൂദഹും. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഇദാ വുദു എടുക്കുമ്പോ ആ വുദുവിന്റെ വെള്ളത്തിന് വേണ്ടിയിട്ട് സഹാബത്ത് തിരക്ക് കൂട്ടുകയാണ്. അതുപോലെ റസൂലുള്ളാഹിയുടെ ഉമിനീരിന് വേണ്ടിയിട്ട് സഹാബത്ത് തിരക്ക് കൂട്ടുകയാണ്. എന്നിട്ട് അവർ ശേഖരിച്ചിട്ട് അവരുടെ ശരീരത്തിൽ അവർ പുരട്ടുകയാണ്. ആ രംഗം അല്ലാഹുവിന്റെ റസൂൽ കാണുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ലിമ തഫഅലൂന ഹാദാ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാ നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് അവർ പറഞ്ഞ മറുപടി വ്യത്യസ്തമായ സനദിൽ കാണാം. ഓ നബിയെ, അങ്ങയോടുള്ള സ്നേഹം കൊണ്ടാണ്. ഓ റസൂലെ, അങ്ങയോടുള്ള സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹം ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണെന്ന് റിപ്പോർട്ടിലുണ്ട്. മറ്റു റിപ്പോർട്ടിൽ നൽതമിസു ബിഹിൽ ബറക, അതുകൊണ്ട് ഞങ്ങൾ ബർക്കത്ത് എടുക്കുകയാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് നബിയോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കും. മൻ അഹബ്ബ അയ്യുഹിബ്ബഹുല്ലാഹു വറസൂലുഹു, ആരെങ്കിലും അല്ലാഹുവിന്റെ സ്നേഹം കൊതിക്കുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹം കൊതിക്കുന്നുവെങ്കിൽ ഫൽയസ്തുഖിൽ ഹദീസ, പറയുമ്പോൾ സത്യം മാത്രം പറയട്ടെ. വൽയുഅദ്ദിൽ അമാനത, അമാനത്ത് കൊടുത്തു വിട്ടട്ടെ. വലാ യുദി ജറഹു, അയൽവാസി ഉപദ്രവിക്കാതിരിക്കട്ടെ. ബർക്കത്ത് അങ്ങനെ എടുക്കണം. അല്ലാഹുവിന്റെ റസൂല് ആ റസൂലുള്ളാഹിയുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് സത്യം മാത്രം പറഞ്ഞ് അതുപോലെ തന്നെ അമാനത്ത് കൊടുത്തു വീട്ടി അയൽവാസികളോട് നല്ല നിലയിൽ പ്രവർത്തിച്ചിട്ട് ബർക്കത്ത് എടുക്കണം. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രവാചകന്റെ ആധാറുകളെ കൊണ്ട് സഹാബത്ത് ബർക്കത്ത് എടുക്കുമ്പോ പ്രവാചകൻ കൃത്യമായ ഉദ്ദേശം, ബർക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഉദ്ദേശം ഇതുകൊണ്ട് മാത്രമല്ല നിങ്ങൾ സ്വീകരിക്കേണ്ടത്. നേരെ മറിച്ച് സത്യം പറഞ്ഞുകൊണ്ടും അതുപോലെ അമാനത്ത് കൊടുത്തു വീട്ടിക്കൊണ്ടും അയൽവാസിയോട് നല്ല നിലയിൽ പെരുമാറിക്കൊണ്ടും നിങ്ങൾ ബർക്കത്ത് എടുക്കണം. അതാണ് യഥാർത്ഥ ബർക്കത്ത്. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കാര്യമായി നിങ്ങൾ സൂക്ഷിക്കേണ്ടത് എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട്. എന്നാൽ ഈ രൂപത്തിലുള്ള ഹദീസുകൾ മനസ്സിലാക്കിയിട്ടോ റസൂലുള്ളാഹിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടോ ഒന്നുമല്ല ഇവർ ഇത്തരത്തിലുള്ള മുടികളുമായി രംഗപ്രവേശനം ചെയ്യുന്നത്. നേരെ മറിച്ച് ഇത് റിസാലയാണ്. 2011 ജനുവരിയിൽ പുറത്തിറങ്ങിയ റിസാല. ഈ റിസാലയിൽ സാക്ഷാൽ കാന്തപുരത്തിന്റെ മകനോടൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ അയാൾ പറയുന്ന മറുപടി നിങ്ങൾ കേട്ടു നോക്കി. ഇവർ ഈ സമുദായത്തെ എങ്ങനെ കാണുന്നത് എന്ന്. അതിന് തെളിവാണ് ഈ വാചകം.
പുരോഹിതന്മാർ മുസ്ലിം സമുദായത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് എന്താ ഇദ്ദേഹം പറയുന്നത്. ഇത് പറയും നിങ്ങൾ മനസ്സിലാക്കണം. ഹക്കീമോന അഥവാ കാന്തപുരത്തിന്റെ മകനാ അബ്ദുൽ ഹക്കീം അസ്ഹരിയ എന്താ പറയുന്നത് കേട്ടോളൂ. മർക്കസ് വിഭാവനം ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഇവിടെയുള്ള സുന്നി മുസ്ലിം കമ്മ്യൂണിറ്റിയാ. അതൊരു കളവാ. മർക്കസ് വിഭാവനം ചെയ്യണ കമ്മ്യൂണിറ്റി ഇവിടെയുള്ള കാന്തപുരം സുന്നികളെ മാത്രം ഈ സുന്നികളെ വിഭാവനം ചെയ്യുന്നുണ്ടോ? മുജാഹിദുകൾ വിഭാവനം ചെയ്യുന്നുണ്ടോ? ജമാഅത്ത് ഇസ്ലാം വിഭാവനം ചെയ്യുന്നുണ്ടോ? ഇല്ല. അദ്ദേഹം പറയാണ് സുന്നി മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. എന്നിട്ട് അടുത്ത വാചകം കേരളത്തിലേക്ക് നോക്കൂ. എന്താ കേരളത്തിന്റെ പ്രത്യേകത? അടുത്ത വാചകം, ഈ സമുദായം വലിയൊരു മാർക്കറ്റാണ്. എന്റെ വാക്കല്ല, കാന്തപുരത്തിന്റെ മകന്റെ വാക്കാണ്. എന്ത്? ഈ സമുദായം വലിയ ഒരു മാർക്കറ്റാണ്. SYSന് മാത്രം 10 ലക്ഷം മെമ്പർമാരുണ്ട്. അത് അന്വേഷണ കമ്മീഷനെ വേറെ വെക്കണം. ഏതായിരുന്നാലും പറഞ്ഞത് അങ്ങനെ തന്നെ നമുക്ക് വെക്കാം. 10 ലക്ഷം മെമ്പർമാരുണ്ട്. അടുത്ത വാചകം, ഈ മാർക്കറ്റ് ഉപയോഗപ്പെടുത്തി ഇവർക്ക് വേണ്ടിയുള്ള ഉൽപാദനത്തിലേക്കും പ്രൊഫഷണൽ ഹെൽപ്പിലേക്കും നീങ്ങിയാൽ കാര്യങ്ങൾ എളുപ്പമാകും. ഈ മാർക്കറ്റ് ലക്ഷ്യമാക്കി പ്രവർത്തിക്കണം എന്നാ പറയുന്നത്. ഏത് മാർക്കറ്റ്? മുസ്ലിം സമുദായമാകുന്ന മാർക്കറ്റ്. മാർക്കറ്റിന്റെ മലയാളം എന്താ സഹോദര? എന്താ മാർക്കറ്റിന്റെ മലയാളം? ചന്ത. ചന്ത എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ നല്ലൊരു ചന്തയാണ് എന്ന് സാക്ഷാൽ കാന്തപുരത്തിന്റെ മകൻ അതേ അഭിമുഖത്തിലൂടെ ഉറക്കം പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ഈ ചന്തയെ ലക്ഷ്യമാക്കി പുതിയ പ്രൊഡക്റ്റ് ഇറക്കണം എന്നാ. ഏത് ചന്തയെ ലക്ഷ്യമാക്കിയിട്ട്? മുസ്ലിം സമുദായമാകുന്ന മാർക്കറ്റ് ലക്ഷ്യം വെച്ച്, ചന്ത ലക്ഷ്യം വെച്ച് പുതിയ ഉൽപ്പന്നം ഇറക്കണമെന്ന് 2011 റിസാല. ആ റിസാലയിലായി എഴുതി വെച്ചത്. അങ്ങനെ പുതിയ മാർക്കറ്റിൽ ഈ മുലഹമറയിൽ എന്താ ഉള്ളത്? അവിടുന്ന് കുറച്ച് മുടി കിട്ടി, അല്ലെങ്കിൽ ഇവിടുന്ന് കുറച്ച് മുടി കിട്ടി, അവിടുന്ന് കുറച്ച് കലം കിട്ടി, ഇവിടുന്ന് കുറച്ച് ചട്ടി കിട്ടി. ഇതൊക്കെയാണ് ഈ സമുദായത്തിൽ നടക്കുന്നത്. എന്നിട്ട് അതിന് ആധികാരികത ഉണ്ടാക്കുകയാണ്. എത്രത്തോളം കാന്തപുരം മുസ്ലിയാർ തന്നെ പറയുന്നത് കേട്ടോളൂ. ഇതിനു മുമ്പ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മർക്കസിൽ അങ്ങനെ ഉള്ള ഒരു ഷെയർ മുബാറക്ക് നമുക്ക് സാധാത്തുക്കളിൽ നിന്ന് ലഭിച്ചത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടായിരിക്കും. അതിന്റെ സനദ് എന്റെ കൈവശം ഉണ്ട്, ഇവിടെ വെച്ചിട്ടും ഉണ്ട്. കണ്ടോ? മുമ്പൊരു മുടി കിട്ടിയിരുന്നു, അതിന്റെ സനദ് എന്റെ കയ്യിൽ ഉണ്ട്, അതിവിടെ വെച്ചിട്ടും ഉണ്ട്.